ഞാനോട് ചോദ്യം ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് കിട്ടുന്ന മറുപടി എന്താണെന്ന് എനിക്കറിയില്ല. എനിക്ക് യാതൊരു ഉത്തരവാദിത്വം ഉണ്ടായിരിക്കും. കള്ളക്കഥകൾ പറയാറില്ല, പക്ഷെ കഥയിൽ ഞാൻ എൻ്റെതായിട്ടുള്ള കുറച്ച് അവിടെ ഇവിടെയൊക്കെ ഒരു പൊടിയിടും. ശ്രീനിവാസന്റെ വീട്ടിൽ വന്നിട്ട് ഇങ്ങനത്തെ ചെറ്റ വളർത്താനും പറയരുത് എണീക്കാന്നുകൊണ്ട് ഞാൻ അയാളെ അജ്മലുമായിട്ട് മുട്ടാന്ന് പറഞ്ഞാണ് വന്നത്. ഓടി വന്നിട്ട് അമ്മ എന്താ മോനെ പ്രശ്നം എന്നോട് ചോദിക്കുക. മോഹൻലാൽ സാർ ശ്രീനിവാസൻ ചെയ്യാനിരുന്ന ഏറിയാണ് നമ്മൾ ചെയ്തിട്ടുള്ളത്. അപ്പോൾ എന്റെ ഇന്റർവ്യൂവിൽ അമ്മ പറഞ്ഞു ഞാൻ ഒരിക്കലും ചോദിച്ചിട്ടില്ല എന്ന് എന്നോടും പറഞ്ഞു. ഒരിക്കലും അത് സത്യമല്ല എന്നുള്ളതാണ്. Emirates First presents Movie World Media and Hana Events Dhyan in Arabia, powered by നമ്മുടെ എല്ലാവരുടെയും പ്രിയപ്പെട്ട കോറൽ പെർഫ്യൂംസ് ഇൻ അസോസിയേഷൻ വിത്ത് XB പെർഫ്യൂം, ബീഫോബ് ആൻഡ് ടി ഡേയ്സ് അലോങ് വിത്ത് ഒരു സൗണ്ട് പാർട്ട്ണർ ഓസ്കാർ. നല്ലൊരു ഗൈഡ് ഈ സ്പോൺസേഴ്സിന് എല്ലാവരും കൊടുക്കാം നമുക്ക്. താങ്ക് യു സോ മച്ച്. അപ്പോൾ ഇനി കുറച്ച് നമ്മുടെ ഇടയിലുള്ള വിശിഷ്ടമായ വ്യക്തിത്വങ്ങളുടെ കുറച്ച് എക്സ്പീരിയൻസ് ഷെയർ ചെയ്യുന്ന ഒരു ഓപ്പർച്യൂണിറ്റിയാണ്. അത് കേൾക്കാൻ നമുക്ക് ഭാഗ്യമുണ്ടെന്ന്. അപ്പോൾ അതിനു വേണ്ടിയിട്ട് നമ്മുടെ എല്ലാവരുടെയും പ്രിയപ്പെട്ട ഇന്ന് UAE നോക്കുമ്പോൾ ഇൻഫ്ലുവൻസേഴ്സിൻ്റെ ഒരു തരംഗമാണ്. ആ ഇൻഫ്ലുവൻസേഴ്സിൻ്റെ തരംഗത്തിൽ ഏറ്റവും മുമ്പിൽ നിന്ന് എല്ലാവരെയും ഒരു കുടക്കീഴിൽ കൂട്ടിച്ചേർന്ന ഒരു വ്യക്തിയുണ്ട്. ഏതൊരു സാധാരണക്കാരൻ്റെ അടുത്ത് പോയിട്ടും അവർക്ക് പോലും എന്തും പറയാൻ പറ്റുന്നൊരു വ്യക്തിത്വം. ഉയരങ്ങളിൽ നിൽക്കുമ്പോഴും താഴ്മയോടെ നിന്ന് എല്ലാവരോടും സംസാരിച്ച് ഡൗൺ ടു എർത്ത് എന്താണെന്ന് ഈ ഒരു വ്യക്തിത്വത്തിൽ നമ്മൾ പഠിക്കണം. അത്രയും പ്രിയപ്പെട്ടവനായ നമ്മുടെ എല്ലാവരുടെയും പ്രിയങ്കരനായ മലബാർ ഗോൾഡൻ ഡയമണ്ട്സിൻ്റെ എക്സിക്യൂട്ടീവ് ഡയറക്ടറും ബീഫബിൻ്റെ എല്ലാമുമായ നമ്മുടെ പ്രിയപ്പെട്ട ഫൈസൽ കെ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. നല്ലൊരു കൈയടി കൊടുത്തുകൊണ്ട് സ്വാഗതം ചെയ്യുന്നു മിസ്റ്റർ AK ഫൈസൽ. ഇനി വിളിക്കാനുള്ളത് നമ്മുടെ ഇന്നത്തെ കോ സ്പോൺസേഴ്സ് ആയിട്ടുള്ള നമ്മുടെ ടി ഡേയ്സിൻ്റെ എല്ലാമായ രണ്ട് യുവ ഓൺട്രപ്രണേഴ്സിനെയാണ്. ചിരിച്ചുകൊണ്ടാണ് അവിടെ നിന്ന് കയറി വന്ന് എല്ലാവരുമായിട്ടും പരിചയപ്പെടാനും ആ ഒരു പരിചയം പുതുക്കുന്നതിനും ചാൻസ് കണ്ടെത്തുന്ന ആ ഒരു എല്ലാവർക്കും അവസരം കൊടുക്കുന്ന ആ രണ്ട് യുവ എൻ്റർപ്രണേഴ്സിനെ സ്വാഗതം ചെയ്യുന്നു. കൈയടിച്ചുകൊണ്ട് നമ്മുടെ ടി ഡേയ്സിൻ്റെ മിസ്റ്റർ സലാഹ് ആൻഡ് മിസ്റ്റർ സാലിഹ്, പ്ലീസ്. എല്ലാവർക്കും നല്ലൊരു നമ്മളെ സഫീൽ കണ്ണൂരിൻ്റെ അതേ ഭാഷയിൽ കോപ്പി എടുത്തിട്ട് എല്ലാവർക്കും സ്നേഹ നമസ്കാരം. ഇതിൽ ഏറ്റവും ത്രില്ലായിട്ടുള്ള കാര്യം എന്ന് പറയുന്നത് ഹബീബിൻ്റെ കാര്യമാണ്. ഹബീബ് 2 വർഷം എൻ്റെ കൂടെ വർക്ക് ചെയ്തു. പിന്നെ വർക്ക് ചെയ്തതിന് ശേഷം പുള്ളിക്ക് സ്വന്തമായിട്ട് കച്ചവടക്കാരനാണോ എന്നുള്ള വലിയൊരു ഡ്രീമായിരുന്നു ആദ്യം ഉണ്ടായിരുന്നത്. അപ്പോൾ നമ്മളൊക്കെ സപ്പോർട്ടോട് കൂടി ആദ്യം ഒരു സലൂൺ തുടങ്ങി, സ്റ്റൈൽ മാൻ എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ അത് കഴിഞ്ഞിട്ട് പുള്ളി ഒരു ഈവൻറ്റ് മാനേജ്മെൻറ്റ്, നമ്മുടെ കല്യാണം എൻ്റെ കല്യാണം ചെയ്ത റിയാസായിരുന്നു. റിയാസ് ലോവിയൽ ഈവൻറ്റ്സ് അദ്ദേഹത്തിൻ്റെ അന്നേ ഉണ്ടായിരുന്നൊരു ബ്രാൻഡിൽ ഹബീബിനെ പാർട്ട്ണറാക്കി. ഹബീബിൻ്റെ ഫസ്റ്റ് ഈവൻ്റാണ്. നല്ലൊരു കൈയ്യടി ഹബീബിന് കൊടുത്തിട്ട്. ഏതൊരു വ്യക്തിൻ്റെ വലിയൊരു ഡ്രീമാണ് സ്വന്തമായിട്ടൊരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്യുക എന്നുള്ളത്. അപ്പോൾ അതിന് ഹബീബിനെ സപ്പോർട്ട് ചെയ്യാൻ എനിക്ക് സാധിച്ചു. അദ്ദേഹത്തിന് സപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരുപാട് സുഹൃത്തുക്കളോട് എത്തിയിട്ടുണ്ട്. ഇതൊരു സപ്പോർട്ടായിട്ട് കണക്കാക്കിയാൽ മതി. അപ്പോൾ അതിനു വേണ്ടി സപ്പോർട്ട് ചെയ്യുന്ന കുറേ നല്ല സ്പോൺസേഴ്സ് ഉണ്ട്. ഒരു ബിസിനസ്സുകാരൻ വളർന്നു വരുമ്പോൾ അവൻ്റെ ഫസ്റ്റ് ഈവൻറ്റ് സപ്പോർട്ട് ചെയ്യുന്ന എമിറേറ്റ്സ് ഫസ്റ്റ് ആണ് ആദ്യം ഏറ്റവും കൂടുതൽ സപ്പോർട്ട് ചെയ്യുക. അത് കഴിഞ്ഞാൽ കോറൽ പെർഫ്യൂം, അത് കഴിഞ്ഞാൽ ടി ഡേയ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ 15,000 20,000 ചായ വെക്കുന്ന 3 ബ്രദേഴ്സാണ്. അതിൽ 2 ബ്രദേഴ്സ് ഇവിടെ എത്തിയിട്ടുണ്ട്. 3 ബ്രദേഴ്സിൻ്റെ വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നു. എനിക്ക് ഭയങ്കര ഇൻസ്പയറിംഗ് ആയിട്ടുള്ള 3 ആൾക്കാരാണ്. നമ്മളൊരു എല്ലാ ബിസിനസ്സിനെയും പ്രൊമോട്ട് ചെയ്യുക എന്നുള്ളതാണ് നമ്മളെ ഇൻഫ്ലുവൻസേഴ്സ് ചെയ്യേണ്ടത്. കാരണം ഇവരൊക്കെ പ്രൊമോട്ട് ചെയ്യുമ്പോൾ നമ്മൾ ഓട്ടോമാറ്റിക്കായിട്ട് നമ്മൾ പ്രൊമോട്ടഡ് ആവും. അതാണ് നമ്മളൊരു എടുക്കുന്നൊരു തിയറി. നമ്മുടെ ടി ഡേയ്സിൻ്റെ ചായ ഉണ്ടല്ലോ, അതിൻ്റെ സീക്രട്ട് നിങ്ങൾക്ക് മാത്രമേ അറിയുള്ളൂ, അല്ലെങ്കിൽ നിങ്ങളെ 3 ബ്രദേഴ്സിനെ അറിയായിരിക്കും അല്ലേ? ഞങ്ങൾ 3 ആൾക്ക് മാത്രമേ ഒരു പോയിട്ടോ ടി ഡേയ്സിൽ ആരെങ്കിലും പോയ ആൾക്കാരത് കൈവന്തിക്കോ? പുറകിലുണ്ട്
ആ അവള് പോയിട്ടുണ്ട്. പിന്നെ ഒരു വ്യത്യസ്തത കൊണ്ടുവന്നാണ് ഫൈസൽക്ക. പിന്നെ എല്ലാവരും തുടങ്ങുന്നതിൽ നിന്നും വ്യത്യസ്തമായി കൊണ്ടൊരു ചായനെ എങ്ങനെ കൊണ്ടുവരാന്നുള്ള. ആ ചായ കുടിച്ചിട്ട് ഭയങ്കര എനർജി കേട്ടോ. ചായ കുടിച്ചു കഴിഞ്ഞാൽ നമുക്ക് നല്ല പവറായിരിക്കും, നല്ല സ്ട്രെങ്ത് ആയിരിക്കും. അത് തന്നെയാണ് ഫൈസൽക്ക ഞങ്ങൾ മേ ബി ഇപ്പോൾ പറഞ്ഞല്ലോ, ഫൈസൽക്ക കണ്ടല്ലോ ഓരോ ബ്രാഞ്ചിലും 10,000 12,000 ഒക്കെ ചായ. മാഷാ അല്ലാ, 150 ചായയിൽ നിന്ന് തുടങ്ങി ഇന്ന് ഏകദേശം എനിക്ക് തോന്നുന്നു ഒരു 50,000-ൻ്റെ മേലെ 60,000 എങ്ങാനും ചായ ഞങ്ങൾ മൊത്തത്തിൽ സെയിൽ ചെയ്യുന്നൊരു വൺ ഡേ. മാഷാ അല്ലാ, 50-ൽ നിന്ന് അത്ര എത്തിയല്ലോ, അൽഹംദുലില്ലാ. നല്ലൊരു കയ്യടി കൊടുക്കും കേട്ടോ. നമുക്കിപ്പോൾ അതാ ചെയ്യാൻ പറ്റുള്ളൂ. നമ്മൾ ആകാംക്ഷയോടെ കാത്തിരുന്ന നമ്മുടെ ആ പ്രിയപ്പെട്ട താരം ഇത് ഇവിടെ എത്തിച്ചേർന്നു. യെസ്, the much awaited moment, ladies and gentlemen. നമ്മുടെ പ്രിയപ്പെട്ട താരം ഇതാ നമ്മുടെ കൂടെ. വർഷങ്ങൾക്ക് മുമ്പാണ് ഒരു എൻ്റർടൈൻമെൻറ്റ് സ്ഥാപനമായിട്ട് ആലുവയിൽ സ്ഥാപിച്ചത് മിസ്റ്റർ ഇർഷാദ് നാസിം. അതിനുശേഷം അദ്ദേഹത്തിൻ്റെ കൂടെ ഒരു വ്യക്തിത്വം ജോയിൻ ചെയ്യാണ്. ഇന്ത്യ വിഷനിൽ വർക്കിംഗ് എക്സ്പീരിയൻസ് ഉള്ള, അതിനുശേഷം റിപ്പോർട്ടർ ടി വിയിലും സൂര്യ ടി വിയിലും ഒരുപാട് വർഷത്തെ എക്സ്പീരിയൻസോട് കൂടിയിട്ട് മീഡിയയിൽ നിന്ന് കയറി വന്ന ഒരു പുലി എന്ന് വേണമെങ്കിൽ പറയാം. കുറുക്കിക്കൊള്ളുന്ന ചോദ്യവുമായിട്ട് എല്ലാവരുടെയും വായടപ്പിക്കുന്ന ഒരു വ്യക്തിത്വം. അദ്ദേഹം കൂടി ജോയിൻ ചെയ്തപ്പോൾ ഇത് വേറൊരു ലെവലിലേക്ക് പോയി. ഇപ്പോൾ ആദ്യമായിട്ട് ഒരു യൂട്യൂബ് ചാനൽ തുടങ്ങുന്നത് അവർ പ്രൊഡ്യൂസ് ചെയ്ത ഒരു ആൽബം കൊണ്ടുപോകാൻ വേണ്ടിയിട്ടാണ്, അതിന് പ്രൊമോഷൻ വേണ്ടിയിട്ടാണ്. ഇപ്പം ഇന്ന് നോക്കുമ്പോൾ 280-ലധികം യൂട്യൂബ് ചാനൽസ് പ്ലസ് 100-ലധികം സിൽവർ ബട്ടൺസ്, 5-ലധികം ഗോൾഡൻ ബട്ടൺസ്. ഇതൊക്കെ വാങ്ങിച്ച് മൂവി വേൾഡ് മീഡിയ അജയരായിട്ട് നിൽക്കുകയാണ്. അപ്പോൾ അതിൻ്റെ ഞാൻ നേരത്തെ പറഞ്ഞ ആ ഒരു സിംഹത്തെ വേദിയിലേക്ക് വിളിക്കുന്ന സമയമാണ്. കൈയടിച്ചുകൊണ്ട് സ്വാഗതം ചെയ്യാം നമ്മുടെ പ്രിയപ്പെട്ട ഹൈദർ അലി. മിസ്റ്റർ ഹൈദർ അലി ഓൺ സ്റ്റേജ്. നമസ്കാരം. വളരെ സന്തോഷം. നമ്മൾ ഇതിനു മുമ്പ് ഇങ്ങനെ ഒരു ഇവൻ്റ് നടത്തി. അതിനുശേഷം ഇപ്പം നമ്മുടെ ഹബീബ് ഒരു ഇവൻറ്റ് കമ്പനി തുടങ്ങുന്നതെന്ന് പറഞ്ഞു. കഴിഞ്ഞ ദിവസം ധ്യാൻ്റെ ഷൂട്ടിംഗ് സ്ഥലത്ത് ഞാനും കൂടെ അഭിനയിക്കുന്ന ഒരു സിനിമയായിരുന്നു. അങ്ങനെ പോയപ്പോൾ ധ്യാൻ ദുബായിലേക്ക് പോവുകയാണെന്ന് എന്നോട് പറഞ്ഞു. അപ്പോൾ ഞാൻ ധ്യാൻ്റെ അടുത്ത് പറഞ്ഞു, നമ്മളിങ്ങനെ ഒരു പ്രോഗ്രാം കൂടെ നമുക്കൊന്ന് ആസൂത്രണം ചെയ്യാം, ഫൈസലൊക്കെ ആയിട്ടൊന്ന് ആലോചിച്ച് നമുക്കൊരു പ്രോഗ്രാം എടുക്കാമെന്നുള്ളൊരു പ്ലാനിങ്ങിലാണ്. അപ്പോൾ എന്നോട് ധ്യാൻ പറഞ്ഞു, ഓക്കെ, ഒരു കുഴപ്പമില്ല, നമുക്കങ്ങനെ ഒരു പ്രോഗ്രാം ചെയ്യാം. ഇവിടെ വന്നു കഴിഞ്ഞപ്പോൾ ധ്യാൻ പറഞ്ഞു, ഒരു ചെറിയ പ്രോഗ്രാം എന്നോർത്ത് വിളിച്ചിട്ട് ഇത്ര വലിയ പ്രോഗ്രാം എന്തിനാക്കിയെന്നാണ് എന്നോട് ചോദിച്ചത്. പക്ഷേ ധ്യാനെ വിളിച്ചു കഴിഞ്ഞാൽ ഒരു വലിയ പ്രോഗ്രാം ആക്കണം. കാരണം ധ്യാൻ കുറേ കൗണ്ടറുകൾ അടിക്കുന്ന ആളാണ്. ധ്യാനോട് ചോദ്യം ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് കിട്ടുന്ന മറുപടി എന്താണെന്ന് എനിക്കറിയില്ല, എനിക്ക് യാതൊരു ഉത്തരവാദിത്വം ഉണ്ടായിരിക്കില്ല, അതെനിക്ക് പറയാൻ പറ്റുള്ളൂ. അപ്പം സ്നേഹത്തോടെ ആദരവോടെ ധ്യാൻ ഞാൻ സ്റ്റേജിലേക്ക് ക്ഷണിക്കുകയാണ്. ഇരിക്കൂ, തുടങ്ങണ്ടേ അംഗം. അതോടൊപ്പം നമുക്കെപ്പോഴും എന്ത് കാര്യമുണ്ടെങ്കിലും വിളിച്ചു പറഞ്ഞാൽ ഒരു മടിയും കൂടാതെ ചെയ്യുന്ന നമ്മുടെ ഫൈസൽക്കാനെയും സ്റ്റേജിലേക്ക് ക്ഷണിക്കുകയാണ്. അപ്പം എന്തായാലും ഇന്നത്തെ ഈ ദിവസം കുറേ ചോദ്യങ്ങളും ഉത്തരങ്ങളുമായിട്ട് നമുക്ക് മുന്നേറാം. ഞാൻ ഇങ്ങോട്ട് വരുമ്പോൾ ഈ പ്രോഗ്രാം പറയുമ്പോൾ എന്നോട് ആദ്യം ഒരാളുടെ പേരാണ് പറഞ്ഞത്.
അജ്മൽ ഖാൻ ഉണ്ട്, എനിക്ക് അവനെ ഒന്ന് കാണണം, കുറച്ച് ചോദ്യങ്ങൾ തിരിച്ചു ചോദിക്കാമെന്ന് എന്നോട് ഞാൻ പറഞ്ഞു. പറഞ്ഞില്ലല്ലോ. എന്നോട് പറഞ്ഞായിരുന്നു അജ്മൽ ഇപ്പം എത്തും. അപ്പോൾ അജ്മൽ ഇപ്പം എത്തും. അജ്മലിൻ്റെ അടുത്ത് കുറേ ചോദ്യങ്ങൾ ചോദിക്കാമെന്ന് എന്നോട് പറഞ്ഞതു. ഒന്നും നമുക്ക് വേറെ കൂടുതൽ കാര്യങ്ങളൊന്നും സംസാരിക്കാനില്ല. നേരെ നമ്മുടെ പ്രോഗ്രാമിലേക്ക്. എന്താണ് നമുക്ക് ഇപ്പം ഈ പ്രോഗ്രാമുമായി ബന്ധപ്പെട്ട് ഇവിടെ എത്തിയപ്പോൾ നമ്മുടെ പ്രിയപ്പെട്ടവരോട് പറയാനുള്ളത്? ഇല്ല, ഒന്നുമില്ല. എനിക്ക് ഇതിൻ്റെ ഇൻഫ്ലുവൻസേഴ്സ് മീറ്റ് എന്നാണ് എനിക്ക് എന്നോട് പറഞ്ഞത്. അതെ. വെച്ച് കഴിഞ്ഞാൽ അപ്പോൾ ഇത്രയും ആൾക്കാർ, ഞാൻ ദുബായിൽ ഇങ്ങനെ ഒരു പ്രോഗ്രാം ആദ്യമായിട്ടാണ്. അപ്പോൾ അതിൻ്റെ ഒരു ടെൻഷൻ ആർക്ക്? എനിക്ക് ആർക്ക്? എനിക്ക് ഇങ്ങനെ ഒരു എന്താ പറയണ്ടേ, ഇതൊക്കെ നമ്മളെന്താ വലിയ വലിയ ഈ ഐഫ സൈമയോ വലിയ വലിയ ഫംഗ്ഷനൊക്കെ അങ്ങനെ ഒരു മറ്റേ ഡിന്നർ ടേബിൾ ഫ്രണ്ടിൽ അങ്ങനത്തെ ഒരു സെറ്റപ്പിൽ ഞാൻ ഇങ്ങനെ ഒരു സെറ്റപ്പിൽ എന്നെ ആരും വിളിച്ചിട്ടില്ല. റിച്ച്. അപ്പോൾ ആ സെറ്റപ്പിലേക്ക് നമ്മൾ കൊണ്ടുവന്നു. അതെ അതെ അതെ. സാധാരണ നമ്മുടെ പ്രോഗ്രാമുകൾ വളരെ ദാരിദ്ര്യം നിറഞ്ഞതാണല്ലോ സാധാരണ നമ്മൾ. സാധാരണ അപ്പോൾ അതൊന്ന് ചേഞ്ച് ആക്കാം. പാടത്തും പറമ്പത്തൊക്കെ ഇരുന്ന് നമ്മൾ ഇന്റർവ്യൂ എടുത്തിട്ട് എത്രയോ ഇന്റർവ്യൂ അല്ലേ. അതിൽ നിന്ന് മാറി ദുബായിലെത്തിയപ്പോൾ നമ്മുടെ ഒരു നമ്മളെ രണ്ടുപേരുടെയും ഒരു സ്റ്റാൻഡേർഡ്, ഇവർ ഓൾറെഡി ദുബായിക്കാരാണല്ലോ. അല്ല, നമ്മൾ ദുബായിൽ വന്നല്ലേ ഉള്ളൂ. അതെ അതെ, നമുക്കൊരു സ്റ്റാൻഡേർഡ് മാറിയ പോലെ. ഇത് അറിഞ്ഞിരുന്ന ഞാൻ കുറച്ചൊരു നല്ല ഷർട്ടും ഒന്ന് കുളിച്ചിട്ടൊക്കെ വന്നേനെ. ഇത്രയും പ്രതീക്ഷയില്ല സത്യം. അതല്ലേ. അല്ല, ധ്യാൻ ഇപ്പൊ എങ്ങനെ വന്നാലും ഓക്കെയാണ്. ധ്യാൻ എങ്ങനെ വന്നാലും ഓക്കെയാണ്. ധ്യാൻ ഈ കഴിഞ്ഞ ദിവസമാണ് നമുക്ക് പ്രോഗ്രാമിലേക്ക് എന്തായാലും തുടങ്ങാം. കഴിഞ്ഞ ദിവസമായിരുന്നു ധ്യാന്റെ ഏറ്റവും വലിയൊരു വീഡിയോ വൈറലായത് അല്ലേ? അല്ല, ഇതിന്റെ പ്രോഗ്രാം ഇവർക്ക് ധ്യാൻ ഇൻ അറേബ്യ ഇവർക്ക് എല്ലാവർക്കും അറിയാം. പിന്നെ അറേബ്യയിൽ എത്തിയ ധ്യാനാന്ന് അറിയാലോ. അല്ല അതല്ല ഞാൻ ചോദിച്ച ഇൻഫ്ലുവൻസേഴ്സ് ആണോ? അതെ, മിക്കവരും. തീർച്ചയായിട്ടും ആണോ? മിക്കവരും എല്ലാവരും അതാ. അതിൽ ഏറ്റവും വലിയ ആളാണല്ലോ ഇവിടെ ഇരിക്കുന്ന ഫൈസൽക്ക. എന്തോ പറഞ്ഞേക്കെ നിങ്ങളെ പറ്റി. അല്ല, ഫൈസൽക്ക വേറെ എന്തോ ചിന്തയിൽ ഇടയ്ക്ക് പോയെന്ന് പറഞ്ഞു. അജ്മൽ ഖാൻ എത്തിയല്ലോ. മുട്ടാനുള്ള ആളും വന്നിട്ടുണ്ട്. അജ്മലുമായിട്ട് മുട്ടാന്ന് പറഞ്ഞാണ് എന്നോട് വന്നത്. അജ്മൽ ഒരു ചെയർ ഫ്രണ്ടിലേക്ക്. അജ്മലുമായിട്ട് മുട്ടാന്ന് പറഞ്ഞാണ് വന്നത്. അപ്പൊ അജ്മൽ എന്നോട് പറഞ്ഞു എന്നോടൊന്നും ചോദിക്കുന്നില്ല, ഞാൻ ഒന്നും ചോദിക്കില്ല എന്ന്. ഒരു ചെയർ എടുക്കും അജ്മൽ. ഇവിടെ ഇരിക്കുന്ന അല്ലല്ല, കസേര ഇട്ട് നിലത്തിരിക്കാനല്ല. ഷാറല്ലേ. അപ്പം കളമൊക്കെ ആയി. അല്ല, ഞാൻ ദുബായിലെ ഇൻഫ്ലുവൻസേഴ്സിനെ കാണാൻ കണ്ടുമുട്ടണം, അല്ലെങ്കിൽ നമ്മളൊരു സംവാദം എന്നൊക്കെയാണ് എന്നോട് ഇക്ക പറഞ്ഞത്. തീർച്ചയായിട്ടും തുടങ്ങാൻ പോകുന്നുള്ളൂ. അതിന് ചോദ്യങ്ങളുമായിട്ട് ഇവിടെ ആളുകൾ കുറെ ഇരിക്കുന്നുണ്ട്. അപ്പൊ അതിന് മുമ്പ് നമുക്ക് ഇവിടെ തുടങ്ങിയിട്ട് അങ്ങോട്ട് ഇറങ്ങാൻ നോർത്താം. ഓ ഫൈസൽ, നിങ്ങൾ എന്താ ആലോചിച്ചിരിക്കുക? ഫൈസൽക്ക് ഇപ്പോഴും എന്താ ചോദിക്കാന്നുള്ളതാണ്. ഫൈസൽക്ക് എന്താ ചോദിക്കേണ്ടതെന്നാണ് ആലോചിക്കുന്നത്. ഫൈസൽക്ക് ചോദ്യങ്ങൾ വരും കേട്ടോ. ചോദ്യങ്ങളുടെ കാര്യത്തിൽ ഒന്നും. ഫസ്റ്റ് ചോദ്യം ഞാൻ ചോദിച്ചാലോ? എന്നാല് തീർച്ചയായിട്ടും ചോദിക്കാം. ഫസ്റ്റ് ചോദ്യം ഞാൻ തന്നെ ചോദിക്കാം. കാരണം നമ്മൾ ഇപ്പം പിന്നെ ധ്യാൻ്റെ ഇൻ്റർവ്യൂവിൽ എപ്പം പുള്ളീൻ്റെ ചെറുപ്പകാലത്തൊക്കെയുള്ള കാര്യങ്ങളെല്ലാം തുറന്ന് പറയുന്ന ആളാണ്. എന്തൊക്കെ ചെറുപ്പത്തിൽ കുരുത്തക്കേട് കളിച്ചാൽ എല്ലാം തുറന്ന് പറയുന്ന ആളാണ്. അപ്പം എൻ്റെ ഫസ്റ്റ് ചോദ്യം, എത്രാമത്തെ വയസ്സിലാണ് പ്രണയിക്കാൻ തുടങ്ങിയത്? 3ാം ക്ലാസ്സിലോ 4ാം ക്ലാസ്സിലോ? ഇല്ലല്ല, ഞാൻ ഒരു 1ാം ക്ലാസ്സിലൊക്കെയുള്ള സമയത്ത് ആദ്യത്തെ പ്രണയം. അല്ല, അതൊരു പ്രണയമാണോ നമുക്കറിയില്ലല്ലോ അന്നൊരു. അത് അതിൽ ഏറ്റവും വലിയ രസം എന്ന് വെച്ച് കഴിഞ്ഞാൽ അവർ ട്വിൻസായിരുന്നു. അപ്പോൾ ട്വിൻസ് ആകുമ്പോൾ ഉള്ള ഗുണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ദിവസം ഒരുത്തി ലീവാണെങ്കിലും മറ്റേ ആൾ ഉണ്ടാവും. പിന്നെ ഒരാൾ ഓക്കെ അല്ലെങ്കിലും മറ്റേ ആൾ ചിലപ്പോൾ ഓക്കെ ആവാൻ നമുക്കൊരു പ്രതീക്ഷയുണ്ട്. ഏതെങ്കിലും ഒരാൾ, രണ്ടാളും കാണാൻ ഒരേപോലെയാണല്ലോ, ഏതെങ്കിലും ഒന്ന് ശരിയായാൽ മതി എന്നുള്ളൊരു. ഞാൻ 4ാം ക്ലാസ്സിൽ പ്രേമിച്ചു. അപ്പോഴേക്ക് അച്ഛൻ നാട്ടിൽ നിന്ന് ചെന്നൈയിലേക്ക് പഠനം മാറ്റിയപ്പോൾ ആ പ്രണയം അവിടെ പോയി മുറിഞ്ഞുപോയി. അതായിരുന്നു ആദ്യത്തെ പ്രണയം. ഒക്കെ ചോദിച്ചുകൊണ്ട് ഓർമ്മ ഒന്ന് പുതുക്കിയത്. തൃപ്തിയായോ? തൃപ്തിയായി. ആ കുട്ടീൻ്റെ പേര് ഓർമ്മ ഉണ്ടോ? നികിതയും നിഹാരികയും. ഒരാളെ പേര് അതാ നികിത എന്നല്ല. അത് ഉറപ്പാണ്. അപ്പം പേരും കിട്ടി. ഇനി ഫൈസൽക്കാക്ക് ഇനി ഇപ്പോൾ ആ കുട്ടികളെ കല്യാണം കഴിച്ച് വിട്ടിരിക്കുന്ന ചോദ്യത്തിന്റെ മറുപടി ഇത് ഉണ്ടാക്കി പറഞ്ഞതേ ഞാൻ പറയുള്ളൂ. അല്ല, സത്യമായിട്ടും പേര് പറഞ്ഞ രണ്ടും തെറ്റാ, ഞാൻ വെറുതെ പറഞ്ഞ. അല്ല, അവിടെ ഫൈസൽക്ക ഒരെണ്ണം പിടിച്ച് അല്ലേ? അതെ, ഫൈസൽക്ക ഇങ്ങനെ എല്ലാവരോടും പ്രണയം ചോദിക്കുന്ന ഒരാളാണ്. ഇവിടെ ഇന്നാള് ആദ്യം പ്രണയം വയ്ക്കുന്നത്. ഫൈസൽക്ക എത്ര പേരെ പ്രണയിച്ചിട്ടുണ്ടെന്നാണ് ഇപ്പൊ പറയണ്ടേ ഇനി ഇവിടെ? ഈ ചോദ്യം തിരിച്ചങ്ങോട്ട് ചോദിച്ചാൽ നിങ്ങൾക്ക് ഒരു മറുപടി കിട്ടുമോ? ഞാൻ 1ാം ക്ലാസ് എന്നല്ല, ജനിച്ച അന്ന് മുതലേ പ്രണയിച്ചുകൊണ്ടിരിക്കും.
അതെ അല്ലേ? അപ്പം എന്താ അതിനൊരു ഉത്തരത്തിന് അല്ല, എനിക്ക് സന്തോഷമായിരുന്നു. സന്തോഷം. തൃപ്തനായി. അതെ അല്ലേ? അതെ. അലിനോട് ചോദിക്കട്ടെ, അലിക്ക് ഇപ്പം പ്രണയമുണ്ടോ? പിന്നെ ഇല്ലേ, ഉണ്ടോ? പിന്നെ ഇപ്പോഴുണ്ട് പ്രണയം. ഇപ്പോഴും പ്രണയിച്ചോണ്ടിരിക്കൽ എൻ്റെ വീട്ടിലിരിക്കുന്ന വൈഫിനെ. അത് മോളുള്ളോണ്ടാ? ഇത് സത്യമാണ് പറയുന്നത് അല്ലേ? ഞാൻ ഈ വീട്ടിലിരിക്കുന്ന വൈഫിനെ ഒഴിച്ച് വേറെ പ്രണയം ഉണ്ടെന്നാ ചോദിച്ചത്. പ്രണയം എല്ലാവർക്കും ഉണ്ടല്ലോ. അതാ ചോദിച്ചത്. ഉദ്ദേശിച്ചത് പ്രണയം എന്ന് വെച്ചാൽ ഏത് രീതിക്കും ആകല്ലോ അല്ലേ? അതെ അതെ. സ്നേഹം, സ്നേഹം, നല്ല സുഹൃത്ത്, അതെ ഇതാണല്ലോ. ഞാനും അങ്ങനെ തന്നെ അല്ലേ? അതെ അതെ. ഓക്കെ ഓക്കെ. അപ്പം എന്തായാലും ഞാൻ ഈ പറയുന്ന പോലെ ധ്യാൻ എന്നറിയുന്ന ആള് സിനിമ ധ്യാൻ പറഞ്ഞൊരു ഷാഫിയുടെ ഒരു പ്രോഗ്രാമിൽ ഈ പറഞ്ഞ ഒരു പോയിന്റാണ്. അതുമായിട്ട് അജു വർഗീസ് പറഞ്ഞത് ഇങ്ങനെ പറയാൻ തൻ്റെ ഇടമുള്ള ഒരാളേ ഉള്ളൂ എന്നാണ് എന്നോട് പറഞ്ഞത്. എന്താണ് പറഞ്ഞതെന്ന് അറിയാം? എൻ്റെ സിനിമ കണ്ടില്ലെങ്കിലും നിങ്ങളെല്ലാം എൻ്റെ ഇൻ്റർവ്യൂ കാണണമെന്നാണ് പറഞ്ഞതെന്ന് അല്ലേ? ഷാഫി പറമ്പിലെ ആ കോളേജ് ഫംഗ്ഷൻ പോയപ്പോൾ. അങ്ങനെ പറയാനുള്ള ഒരു കാരണം എന്താണ്? അല്ല അയ്യോ, ഞാനത് തമാശക്ക് അല്ല, എങ്കിലും തമാശ അത് സീരിയസ് ആയിട്ട് എല്ലാവരും എടുത്തിട്ടുണ്ട്. ഒരിക്കലും ഇല്ല. അല്ല, ഞാനത് അതൊന്ന് വിക്ടോറിയ കോളേജ്, പാലക്കാട് വിക്ടോറിയ കോളേജിൻ്റെ യൂണിയൻ ഡേ ഫംഗ്ഷൻ, യൂണിയൻ ഇനോഗ്രേഷനാണ് ഞാൻ പോയത്. അപ്പോൾ ഷാഫി പറമ്പിൽ MLA അടുത്ത സുഹൃത്തും കുറേ കാലമായിട്ട് എന്നെ വിളിക്കുന്ന, ഇങ്ങനെ പ്രോഗ്രാമിനൊക്കെ വിളിച്ചുകൊണ്ടിരുന്ന പുള്ളി. അപ്പോൾ എനിക്ക് പോകാൻ പറ്റിയിട്ടില്ല. അങ്ങനെ ആ സമയത്ത് അവിടെ വന്നപ്പം ഒരു സാഹചര്യം ഒത്തപ്പം ഞങ്ങൾ പോയി. അപ്പം സ്വാഭാവികമായിട്ടും കോളേജ് ഫംഗ്ഷനാണല്ലോ, അപ്പം നമുക്ക് പിള്ളേരുമായിട്ട് സംസാരിക്കുമ്പോൾ സ്വാഭാവികമായിട്ടും കുറച്ച് ലൈറ്റ് ഹാർട്ടഡായിട്ട് സംസാരിക്കാം. പിന്നെ അവിടെ വന്ന് നിൽക്കുന്ന ആൾക്കാരൊക്കെ, ഞാൻ സ്റ്റേജിലോട്ട് കയറി വരുമ്പോൾ തന്നെ ആൾക്കാർ ഭയങ്കര, ഞാൻ കുറേ കാലത്തിന് ശേഷം കോളേജ് പരിപാടിക്കൊക്കെ പോകുന്നത്, ഭയങ്കര സന്തോഷവും സ്നേഹമൊക്കെ കണ്ടപ്പോൾ എനിക്ക് മനസ്സിലായി എന്തായാലും ഇവരൊന്നും എൻ്റെ അടുത്ത കാലത്ത് എൻ്റെ ഒരു സിനിമ എന്തായാലും കണ്ടിട്ട് കാണില്ല. ഈ സ്നേഹമൊക്കെ ഈ പറഞ്ഞ പോലെ ഇൻ്റർവ്യൂവിലൂടെ നമുക്ക് കിട്ടിയൊരു ഒരു വെൽക്കമിങ്, അല്ലെങ്കിൽ അതെൻ്റെ ആണെന്നുള്ളത്. അപ്പം ഞാൻ അത് വളരെ ലൈറ്റായിട്ട് പറഞ്ഞ കാര്യം. അത് ഞാൻ സീരിയസ് ആയിട്ട് എന്താ വെച്ചാൽ സിനിമ കാണരുതെന്നല്ല. April 11 ഏട്ടൻ്റെ പടം വർഷങ്ങൾക്ക് ശേഷം റിലീസാണ്. അത് എനിക്ക് വേണ്ടി അല്ലെങ്കിൽ പോലും വിനീത് ശ്രീനിവാസൻ എന്ന് പറഞ്ഞൊരു ബ്രാൻഡിൻ്റെ പുറത്ത് എല്ലാവരും പോയി കാണുന്നുള്ള എനിക്ക് ഉറപ്പുണ്ട്. അതുകൊണ്ട് തന്നെ ഭാവിയിൽ സിനിമ ഉണ്ടെങ്കിലേ ഇൻ്റർവ്യൂ ഉള്ളൂ. കാരണം സിനിമയുടെ ഇൻ്റർവ്യൂവിനാണ്, പ്രൊമോഷനാണല്ലോ നമ്മൾ പോകുന്നത്. തീർച്ചയായിട്ടും. അതെ, ഈ പറഞ്ഞ പോലെ ഇപ്പം പുതിയ സിനിമ അല്ലേ, നമ്മൾ ഏറ്റവും പ്രതീക്ഷ വെക്കുന്ന സിനിമയാണ്. അതെ വിനീത് ഡയറക്ഷൻ ചെയ്യുന്ന ഏറ്റവും നമ്മൾ കാണേണ്ട എല്ലാ വ്യക്തികളും ആ സിനിമയിലുണ്ട്. അതെ. ആ ലൊക്കേഷനിലൊരു ഓർമ്മകൾ, പ്രണവുമായിട്ടുള്ള ഓർമ്മകൾ, നിങ്ങളായിരുന്നു ഏറ്റവും കമ്പനി എന്നാണ് എനിക്ക് തോന്നുന്നത് ലൊക്കേഷനിൽ അല്ലേ? അങ്ങനെയാണ് എൻ്റെ ഒരു അറിവ്. മൂന്നാറിലൊക്കെ ആണെങ്കിലും നിങ്ങൾ ഭയങ്കര ജോളിയായിട്ടുള്ള ഇതാണ്. അത്തരം ഒരു ഓർമ്മകൾ എങ്ങനെയായിരിക്കും നിങ്ങൾ ആ ലൊക്കേഷനിലുള്ള ഓർമ്മകൾ? ഒരുപാട് ഓർമ്മകളുണ്ട്. എനിക്ക് ഏറ്റവും അപ്പുവിനെ പറ്റി, പ്രണവിനെ പറ്റി പറയാനാണെങ്കിൽ എനിക്ക് ഞാൻ ഒരു സ്ഥലത്ത് പറഞ്ഞിരുന്നു, എൻ്റെ അടുത്ത് തന്നെ മലയാളം പുള്ളിക്ക് എഴുതാനും വായിക്കാനൊക്കെ ഉള്ളൊരു ബുദ്ധിമുട്ടുണ്ട്. അപ്പം പുള്ളി അത് ഫുൾ ഇംഗ്ലീഷിലാക്കി സ്ക്രിപ്റ്റ് മൊത്തം എന്ന് വെച്ചാൽ എൻ്റെ ഡയലോഗ് അടക്കം, അവന് കൗണ്ടർ ഡയലോഗ് അടക്കം പഠിച്ച് കൃത്യമായിട്ട് അത്രയും സ്ക്രിപ്റ്റ് മൊത്തം പഠിച്ചിട്ട് പ്രിപ്പയർഡായിട്ടാണ് അപ്പു വന്നത്. പിന്നെ ഏറ്റവും വലിയ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ മോഹൻലാൽ എന്ന് പറഞ്ഞാൽ ലാൽ സാറിൻ്റെ ഒരു മകൻ്റെ ഒരു നമുക്ക് അങ്ങനെ ഒരു ഫീലിംഗ് ആ പുള്ളി തരില്ല. എല്ലാവരോടും ഏറ്റവും വലിയ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാവരോടും ഒരുപോലെ പെരുമാറാൻ പറ്റുന്ന ഒരാളോട് നമുക്ക് ഭയങ്കര ഒരു ഇഷ്ടമായിരിക്കുമല്ലോ. എന്ന് വെച്ചാൽ സെറ്റിലുള്ള എല്ലാവരുടെ അടുത്തും ഒരേപോലെ പെരുമാറുകയും അയാളൊരു ഇത്രയും വലിയൊരു നടൻ്റെ മകനാണെന്നുള്ളൊരു ചിന്തയില്ലാതെ, അപ്പോൾ അങ്ങനെയുള്ളൊരു പെരുമാറ്റം, അയാളുടെ ബിഹേവിയർ, അതൊക്കെയാണ് നമ്മൾ അയാളോട് നമുക്കൊരു ഇഷ്ടം തോന്നുന്നതും, അല്ലെങ്കിൽ അയാളുടെ ഒരു പേഴ്സണാലിറ്റിയോട് നമുക്കൊരു സ്നേഹം തോന്നും. എനിക്ക് തോന്നുന്നു ഞാൻ പല സ്ഥലത്തും പറഞ്ഞിട്ടുള്ളതാണ്, എനിക്ക് ഏറ്റവും വലിയ ഇതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ കുറേ വർഷങ്ങൾക്ക് ശേഷം, ഞാൻ അധികം അറിയാം, ഞാൻ മദ്യപാനം എന്ന് പറഞ്ഞൊരു പരിപാടിയില്ല. ഞാൻ കുറേ കാലത്തിന് ശേഷം ഞാൻ ഒരാളുടെ കൂടെ ഇരുന്ന് ഒരു പെഗ് അടിക്കണം എന്ന് ആഗ്രഹിച്ചത്, അവൻ ഒരു പെഗ് അടിക്കണം എന്ന് എനിക്കൊരു നീട്ടി തന്നപ്പോഴാണ് ഞാൻ വർഷങ്ങൾക്ക് ശേഷം ആ പടത്തിൻ്റെ സെറ്റിൽ വെച്ച് ഒരു പെഗ് അടിച്ചത്. അത് എൻ്റെ ഒരു ഓർമ്മയാണ്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ചിലപ്പോൾ ഒരു കമ്പനി കൂടണം എന്നൊക്കെ ആഗ്രഹിക്കുന്ന ചില ആൾക്കാരുണ്ടല്ലോ, ഈ ആളുടെ കൂടെ ഒരു കമ്പനി കൂടാന്നൊക്കെ. അങ്ങനെ ഞാൻ വർഷങ്ങൾക്ക് ശേഷം അവൻ്റെ കൂടെ ഇരുന്നിട്ടാണ് ആദ്യമായിട്ട് അവനൊരു ഡ്രിങ്ക് ഓഫർ ചെയ്ത് തന്നപ്പോൾ അവൻ അന്ന് ഇതൊരു ഓർമ്മ പോലെ പറഞ്ഞതാണ്. എന്ന് വെച്ചാൽ ഞങ്ങൾ രണ്ടുപേരും കള്ളു കുടിച്ച് അവിടെ അലമ്പുമായിരുന്നെന്നല്ല, പക്ഷേ അത് ആ ഒരു സെഷൻ അന്നത്തെ രാത്രി ഭയങ്കര രസകരമായ ഒരു രാത്രിയായിരുന്നു. പിന്നെ ഞങ്ങൾക്ക് അധികം സമയം ഉണ്ടായിരുന്നില്ല. കാരണം 6 മണിക്ക് എല്ലാ ദിവസവും 6 മണിയാകുമ്പോൾ ഷൂട്ടിന് വിളിച്ച് കൊണ്ടുപോകുന്ന ഒരു കൃത്യം 6 മണിക്ക് ഫസ്റ്റ് ഷോട്ട് എടുത്തിരുന്നൊരു സെറ്റായിരുന്നു. എല്ലാ ദിവസവും 9 ഒരു ഷൂട്ടുണ്ട്. അപ്പം ഏറ്റവും നല്ല ഓർമ്മകളാണ് ആ 40 ദിവസത്തോളം അപ്പുവായിട്ടുള്ളത്. തീർച്ചയായിട്ടും ഒരു സിനിമാ കുടുംബത്തിൽ നിന്ന് തന്നെയാണ് വരുന്നത് അല്ലേ? അതെ. തുടക്കം മുതൽ അച്ഛൻ സിനിമയിൽ, നിങ്ങൾ രണ്ടുപേരും സിനിമാ കുടുംബത്തിൽ. ഒരു സിനിമ ശ്രീൻ ചേട്ടൻ ഇല്ലായിരുന്നെങ്കിൽ ഒരു സിനിമയിൽ എത്താൻ ധ്യാന് കഴിയുമായിരുന്നു?
ഇല്ലായിരുന്നെങ്കിൽ എന്നുള്ളൊരു ചിന്ത നമുക്ക് ആ ചോദ്യം ഇല്ലല്ലോ, കാരണം ഉണ്ടല്ലോ. അപ്പോൾ സ്വാഭാവികമായിട്ട് സിനിമാക്കാരനായിരുന്നില്ലെങ്കിൽ, ശ്രീചേട്ടൻ സിനിമാ നടനായിരുന്നില്ലെങ്കിൽ, അല്ലെങ്കിൽ സ്ക്രിപ്റ്റ് റൈറ്റർ അല്ലായിരുന്നെങ്കിൽ, അങ്ങനെയാണ് നമ്മൾ അങ്ങനെ ഒരു മേഖലയെ കുറിച്ച് നമ്മൾ ചിലപ്പോൾ ചിന്തിക്കുക പോലും ഇല്ലല്ലോ. ഒരു ഔട്ട്സൈഡർ എന്നുള്ള ഇത് നമ്മൾ ഒരിക്കലും ചിലപ്പോൾ നമ്മൾ ഒരിക്കലും സ്വപ്നം എത്തിപ്പെടാൻ പറ്റാത്തൊരു മേഖലയായിട്ട് നമുക്ക് ഫീൽ ചെയ്തേനെ ഡെഫിനറ്റ്ലി. അങ്ങനെ ഒരു പ്രോബബിലിറ്റിനെ പറ്റി നമ്മൾ ചിന്തിക്കുന്നില്ല, ബിക്കോസ് നമ്മൾ ജനിച്ചപ്പോൾ മുതൽ ശ്രീനിവാസൻ്റെ മകനാണല്ലോ. അപ്പോൾ അതുകൊണ്ട് ആ ചോദ്യത്തിന് പ്രസക്തി ഇല്ല. ആ പ്രസക്തി ഇല്ലാത്ത ചോദ്യത്തിൽ നിന്നും പ്രസക്തിയുള്ള ചോദ്യത്തിലേക്ക് തന്നെ പോകാം. ഓക്കെ. ഈ ഇടയ്ക്കാണ് വലിയൊരു വിവാദമായി ഒരു ട്രോളുകൾ ഉൾപ്പെടെ ഇറങ്ങിയ മാതൃഭൂമിയുടെ ഒരു ഫെസ്റ്റിവലുമായി ബന്ധപ്പെട്ട് പോയി ധ്യാൻ സംസാരിക്കുമ്പോൾ എനിക്കൊന്നും അച്ഛനെ കുറിച്ചാണ് കൂടുതൽ സംസാരിച്ചത് അവിടെ. അതെ, കാരണം എനിക്ക് തന്ന വിഷയം അവിടെ മാതൃഭൂമിയുടെ ലിറ്ററേച്ചർ ഫെസ്റ്റ് ആയിരുന്നു. അപ്പോൾ എനിക്ക് തന്ന വിഷയം അച്ഛനും ഏട്ടനും ഇടയിൽ ധ്യാൻ എന്നുള്ളത് ടോപ്പിക്. തീർച്ചയായിട്ടും. അപ്പോൾ സ്വാഭാവികമായിട്ടും സിനിമയിൽ നിന്ന് വരുന്നില്ല വിഷയം. അപ്പോൾ ഓഫ് ടോപ്പിക്ക് പോവാതിരിക്കാൻ അവർ ചോദിച്ച ചോദ്യങ്ങളും അച്ഛനും ഞാനും തമ്മിലുണ്ടായിട്ടുള്ള സിനിമയ്ക്ക് മുന്നേയുള്ള ഞങ്ങളുടെ കുറച്ച് കാര്യങ്ങളാണ് അതിൻ്റെ മോഡറേറ്റർ ആയിരുന്ന അനൂപ് എന്ന് പറഞ്ഞ ആൾ ചോദിച്ചു. നല്ല ബന്ധമാണ്. ഞങ്ങളെ പഴയ കൈരളിയുടെ നവ്യ നായരുടെ ഇൻ്റർവ്യൂ ഒക്കെ എടുത്തത് പുള്ളിക്കാരനാണ്. പുള്ളിക്ക് അത്യാവശ്യം ഞങ്ങളുടെ കുടുംബത്തിലെ കാര്യങ്ങളൊക്കെ അറിയാവുന്ന ആളോ. അപ്പോൾ പുള്ളി എന്നോട് ചോദിച്ച അതിനെക്കുറിച്ചായിരുന്നു കൂടുതലും. അല്ല, അവിടെ ചോദിച്ചു കഴിഞ്ഞപ്പോൾ ധ്യാന്റെ മറുപടി അച്ഛനെക്കുറിച്ച്, അച്ഛൻ്റെ സ്വഭാവങ്ങളാണ് പറയുന്നത് അല്ലേ. അച്ഛൻ ധ്യാനുമായിട്ടുള്ള വിഷയങ്ങൾ, ധ്യാനുമായിട്ടുള്ള എന്തോ പറയാവുന്ന എല്ലാം പറഞ്ഞു, ഓപ്പണായിട്ട് ഒന്നും മറച്ചു വെക്കാതെ പറഞ്ഞു. അതെ, അവിടെ വെച്ച് ഒരു പ്രായം ചെന്ന ഒരാൾ ധ്യാൻ്റെ അടുത്ത് അച്ഛനെക്കുറിച്ച് ചോദിച്ചപ്പോൾ ഞാൻ കൃത്യമായി എൻ്റെ അച്ഛനെക്കുറിച്ച് എനിക്കറിയുള്ളൂ, താങ്കൾക്ക് അറിയില്ലെന്നാണ് ചോദിച്ചത്. കൃത്യമായിട്ടും അച്ഛനെക്കുറിച്ച് ധ്യാന് മാത്രമേ അറിയുള്ളൂ, അച്ഛൻ്റെ സ്വഭാവം എന്താണ്, വീട്ടിൽ വളർന്ന ധ്യാനേ അറിയുള്ളൂ. അങ്ങനെ പറഞ്ഞു കഴിഞ്ഞപ്പോൾ എനിക്ക് തോന്നുന്നു കൂടുതലും അച്ഛൻ്റെ മോശവശങ്ങളാണ് കൂടുതൽ പറഞ്ഞത്. അച്ഛൻ്റെ ഒരു പോസിറ്റീവ് വശങ്ങളൊന്നും അവിടെ, കാരണം 45 മിനിറ്റിനുള്ളിൽ ആ സെഷൻ തീർന്നു പോയി. നല്ലത് പറയുന്നതിന് മുന്നേ പരിപാടി കഴിഞ്ഞു പോയി. നല്ലത് ഞാൻ പറയാനിരിക്കുകയായിരുന്നു, വേണമെങ്കിൽ ഇതിൽ ഞാൻ പറയാം കേട്ടോ. തീർച്ചയായിട്ടും നല്ലതും കേൾക്കണമല്ലോ, അത് കേട്ടുപോയി. ഈ നല്ലതൊക്കെ നിങ്ങൾക്കൊക്കെ അറിയാവുന്ന നല്ല കാര്യങ്ങളാണ് പൊതുവെ. എന്ന് വെച്ച് കഴിഞ്ഞാൽ ശ്രീനിവാസൻ എന്ന് പറഞ്ഞൊരു ആസ് എ പേഴ്സൺ എന്തൊക്കെ പറഞ്ഞാലും നമുക്ക് ഇതൊക്കെ പറയാനുള്ള ഒരു സ്വാതന്ത്ര്യം, ഇങ്ങനെ ഇരുന്ന് സംസാരിക്കാനുള്ളൊരു സ്വാതന്ത്ര്യം തരണമെങ്കിൽ ഞാനും അച്ഛനും തമ്മിൽ അണ്ടർസ്റ്റാൻഡിങ് എങ്ങനെയായിരിക്കും ചോദിച്ചു. തീർച്ചയായിട്ടും. അപ്പോൾ അല്ലെങ്കിൽ ഒരിക്കലും ഞാൻ അത് കഴിഞ്ഞാൽ പിറ്റേ ദിവസം ഞാൻ നേരെ എൻ്റെ വീട്ടിലേക്കാണ് പോയത്. അവിടെ അച്ഛൻ വാതിക്കൽ അല്ലെങ്കിൽ വീട്ടിൽ ഹാളിൽ പേപ്പർ വായിച്ചിരിപ്പുണ്ട്. സ്വാഭാവികമായിട്ടും അവിടെ ആ പരിപാടി കഴിഞ്ഞ ഉടനെ ഇവിടെ വിളിച്ചു പറയാൻ അച്ഛന് മാതൃഭൂമിയിൽ ആൾക്കാരുണ്ട്, ഇവനിവിടെ ഇങ്ങനെ പറഞ്ഞിട്ടുണ്ടെന്ന്. പക്ഷേ അങ്ങനെ ഒരു പരിപാടിയെ നടന്നിട്ടില്ലാത്ത രീതിയിൽ ഞങ്ങൾ കാണുന്നു. എവിടെയായിരുന്നു എന്ന് ചോദിക്കുന്നു, ഞാൻ ഇങ്ങനെ പരിപാടിക്ക് പോയി എന്ന് പറയുന്നു. എല്ലാം പുള്ളി അറിഞ്ഞിട്ടുണ്ട്. പക്ഷേ അതിനെക്കുറിച്ചൊരു ചർച്ചയോ അതിനെപ്പറ്റി ഒരു സംസാരവും ഇല്ല. അതാണ് ഏറ്റവും വലിയ കാര്യം. കാരണം അതിനെക്കുറിച്ച് ചർച്ച, നീ എന്നെപ്പറ്റി അവിടെ പോയി കുറ്റം പറഞ്ഞല്ലടാ എന്ന് ചോദിച്ചിരുന്ന അവിടെ എൻ്റെ അച്ഛൻ അങ്ങനെ ചോദിക്കില്ല. അതാണ് അതിൻ്റെ വ്യത്യാസം. ഇതിനു മുമ്പ് അച്ഛൻ അങ്ങനെ ചോദിച്ചിട്ടുമുണ്ട് അല്ലേ? ഒരിക്കലും ചോദിച്ചു സംസാരിച്ചില്ല, അങ്ങനെ ഒരിക്കലും അല്ല. ധ്യാൻ്റെ ഒരു യാത്ര, അച്ഛൻ ഒരു വഴക്ക് പറഞ്ഞ ആ ഒരു സംഭവത്തിൽ നിന്ന് ധ്യാൻ ഒരു യാത്ര പോകുന്നു, വീട്ടിൽ നിന്ന് ഇറങ്ങുന്നു എന്ന് പറഞ്ഞു പോയത്. അത് ഒരിക്കലും പുള്ളി എന്നെ പുറത്താക്കിയതല്ല, ഞാനായിട്ട് ഇറങ്ങി സ്വയം പുറത്തായതാ. കാരണം പിറ്റേ ദിവസം തൊട്ട് പുള്ളിയുടെ ആശ്രയിച്ച് നമ്മൾ കാശും ചോദിച്ച് നിൽക്കുക, പിന്നെയും അവിടെ ഇങ്ങനെ നിൽക്കുക എന്നുള്ളൊരു അവസ്ഥ വന്നപ്പോൾ, കാരണം എൻ്റെ അച്ഛൻ്റെ അച്ഛൻ കൃഷിക്കാരനും കൃഷിയൊക്കെ ആയിരുന്നു. ഉണ്ണിന്നാണ് വിളിച്ചിരുന്നത്. അച്ഛൻ്റെ പേര് അതെ, കറക്റ്റാ. അപ്പോൾ ശ്രീനിവാസന് അത്ര ഇതുണ്ടെങ്കിൽ ഞാൻ ശ്രീനിവാസൻ്റെ മോനില്ല, എനിക്കെന്തൊരു അഹങ്കാരം ഉണ്ടാവും. ഏത് കൃഷിക്കാരനായ ഉണ്ണിമാഷ മോൻ ഇത്ര ഇതുണ്ടെങ്കിൽ ഞാൻ അതിനേക്കാൾ അഭിമാനിയല്ലേ. അപ്പോൾ ഞാൻ പിറ്റേ ദിവസം, കാരണം നാളെ തൊട്ട് അന്നൊക്കെ റീചാർജ് ചെയ്യണം, പ്രണയിക്കുന്ന സമയമൊക്കെയാണ്. അപ്പോൾ റീചാർജ് ചെയ്യാനൊക്കെ കാശ് വാങ്ങിക്കാനൊക്കെ നാളെ അച്ഛൻ്റെ മുന്നിൽ തന്നെ കൈ നീട്ടണമല്ലോ. അപ്പോൾ നമുക്ക് അങ്ങനെ ഗതിയില്ലാതെ നിൽക്കുന്ന സമയം. അപ്പം ഇറങ്ങി പോവേണ്ടി വന്നതാണ്. കാരണം പിറ്റേ ദിവസം തൊട്ടിട്ട് വീട്ടിൽ നിന്ന് കഴിഞ്ഞാൽ പഴയ പോലെ ഫണ്ട് കിട്ടൂല എന്ന് എനിക്ക് മനസ്സിലായി. കാരണം പുള്ളി അന്ന് എന്നോട് എടുത്ത് പറഞ്ഞൊരു പ്രധാന വിഷയം, എന്തെങ്കിലും സംസാരിക്കണമെങ്കിൽ ഞാൻ ചിലവാക്കിയ പൈസ എടുത്ത് വെച്ചിട്ട് സംസാരിച്ചാൽ മതി പറഞ്ഞു. അതിൽ ഞാൻ തകർന്നുപോയി. അപ്പം പിന്നെ ഒരു സെയില്ലാതെ ഇപ്പം അവിടെ. പിന്നീട് പണമൊക്കെ ഉണ്ടാക്കിയിരുന്നു. ആര്, ഞാനോ? അച്ഛന് പൈസ തിരിച്ചു കൊടുത്തോ? ഇല്ല, ഒരിക്കലും ഇല്ല. എന്തിനും അച്ഛനൊക്കെ നമ്മൾ അങ്ങനെ ഒരു കണക്കൊക്കെ ഉണ്ടോ? അല്ല, അച്ഛന് പൈസ വല്ലതും തിരിച്ചു കൊടുത്തെന്ന് വെച്ചാൽ ഇത് എനിക്കിന്ന് സിനിമയിൽ നിന്ന് കിട്ടിയാണ്, അച്ഛൻ എന്തെങ്കിലും ഗിഫ്റ്റ് മേടിച്ചു കൊടുക്കുമോ? അങ്ങനെ ഇപ്പോഴും അവിടെ നിന്ന് എന്തെങ്കിലും ഇങ്ങോട്ട് കിട്ടുമോ നോക്കുക എന്നല്ലാതെ നമ്മളൊരിക്കലും അവർക്ക്, കാരണം അച്ഛന് മകൻ ബന്ധം അതല്ലല്ലോ, നമ്മളൊരിക്കലും അവര് പുള്ളി അത് പ്രതീക്ഷിക്കുന്നുമില്ല, നമ്മളങ്ങ് കൊടുക്കുന്നുമില്ല. അതുകൊണ്ട് പ്രശ്നം തീർന്നു. അവിടെ പ്രശ്നം തീർന്നു. അച്ഛൻ്റെ എല്ലാ സ്വഭാവവും, അച്ഛൻ്റെ കൗണ്ടർ ഉൾപ്പെടെ ഉള്ള സ്വഭാവം കിട്ടിയത് ധ്യാൻ ശ്രീനിവാസനാണ്. അങ്ങനെ കിട്ടിയത് നമ്മൾ ഒരാളുടെ അടുത്ത് നിന്ന് കിട്ടിയതെന്നൊന്നും പറയാൻ പറ്റില്ലല്ലോ. മേ ബി ഒരു സംസാര രീതിയും ശൈലിയും
എവിടെയൊക്കെയോ അച്ഛൻ്റെ ഒരു ശൈലിയൊക്കെ റിസംബിൾ ചെയ്യുന്നുണ്ടാവും എന്നല്ലാതെ അച്ഛനെ കണ്ടു പഠിച്ചതോ അച്ഛനെ പോലെ സംസാരിക്കുന്നത് ഞാൻ പണ്ട് മുതലേ ഇങ്ങനെ സംസാരിച്ചിരുന്നത്. അത്രയേ ഉള്ളൂ. ഞാൻ അതിനെ എനിക്കൊന്ന് മലബാറിലെ നമ്മളെ ആൾക്കാരൊക്കെ സംസാരിക്കുന്ന ഒരു രീതിയാണ് അല്ലേ ലൈക്ക് ഇതൊക്കെ ഓപ്പണായിട്ട് മുഖത്ത് നോക്കി പറയുന്ന പൊതുവേ അവിടുത്തെ ആൾക്കാർ അങ്ങനെയാണ്. അതെനിക്ക് തോന്നുന്നു അധികം മലബാറുകാർ സിനിമയിൽ എനിക്ക് തോന്നുന്നു അച്ഛനും കുറച്ച് ആൾക്കാരേ ഉള്ളൂ മലബാറിൽ നിന്ന് സിനിമയിലേക്ക് വന്ന ആൾക്കാർ. അപ്പോൾ കണ്ണൂരുകാരെല്ലാം ഞാൻ പറഞ്ഞ ഇതുപോലെ വളരെ ബ്ലണ്ടായിട്ട് ഫേസിൽ നോക്കിയിട്ട് കാര്യങ്ങൾ പറയുന്ന ആൾക്കാരാണ് ജനറലി. അത് എൻ്റെ നാട്ടിൽ എൻ്റെ കുടുംബക്കാരൊക്കെ വളരെ ഓപ്പണായിട്ട് നമ്മളെ മറ്റേ ഡിപ്ലോമസിയോ മറ്റേ ഇതൊന്നുമില്ല. എന്താണെങ്കിലും മുഖത്ത് നോക്കിയിട്ട് കാര്യം പറയുന്നത് അതൊരു അവിടുത്തെ ഒരു രീതിയാണ്. എന്നാലും ഏട്ടൻ കുറച്ച് പഠിച്ച കളനായതുകൊണ്ട് ഏട്ടൻ കുറച്ച് സംയമനം പാലിച്ച് ഉള്ളിലൊതുക്കി ഏട്ടൻ കുറച്ച് ഒതുക്കി. അല്ലെങ്കിൽ പണ്ട് മുതലേ പുള്ളി അതും പുള്ളി ശീലിച്ച് എനിക്ക് തോന്നുന്നു പുള്ളി അത് അങ്ങനെ തന്നെ ഞാൻ കാണുന്നത് ജനിച്ച മുതൽ കാണുമല്ലോ പുള്ളി അങ്ങനെ തന്നെയാണ് വർഷങ്ങളായിട്ട്. ആ വിനയവും ആ ഒരു സംസാര രീതിയൊക്കെ വർഷങ്ങളായിട്ട് അത് സിനിമയിൽ വന്നതിന് ശേഷം ഒന്നുമില്ല. പുള്ളി വളരെ സൈലൻറ്റ് ക്വയറ്റ് ആയിട്ടുള്ള ആളാണ് പൊതുവെ. അതൊരു വളരെ നേച്ചറാണല്ലോ. അല്ലെങ്കിൽ ഞാൻ കണ്ട മിക്ക നമ്മുടെ നാട്ടിലെ ആൾക്കാർ എൻ്റെ അമ്മ ഉൾപ്പെടെയുള്ള എല്ലാവരും ഇങ്ങനെ തന്നെയാണ്. ഇങ്ങനെ തന്നെയാണ്. ആണ് പിന്നെ ഈ അച്ഛനെ കുറിച്ച് പറഞ്ഞ ശേഷം വീട്ടിൽ വന്നു. വീട്ടിൽ അച്ഛനും അമ്മയും ഒന്നും സംസാരിച്ചില്ല. സുഹൃത്തുക്കളെങ്കിലും സംസാരിച്ചിരുന്നോ? ഞാൻ അവിടെ പറഞ്ഞത് അച്ഛനെ കുറിച്ച് പറഞ്ഞത് മോശമായി എന്ന് സുഹൃത്തുക്കൾ എന്തെങ്കിലും സംസാരിച്ചിരുന്നോ? ഇല്ലില്ല, ഒരിക്കലും ആരും സംസാരിച്ചു. എന്നോട് ഒന്ന് രണ്ട് പേര് പറഞ്ഞു ഇങ്ങനെ കുറ്റം മാത്രമല്ലേ പറഞ്ഞുള്ളൂ എന്ന് എന്നോട് ചോദിച്ചു. ഞാൻ പറഞ്ഞു അല്ല, നല്ലത് പറയാനുണ്ടായിരുന്നു, പക്ഷെ അപ്പോഴേക്ക് ഈ പരിപാടി തീർന്നു പോയി എന്ന് പറഞ്ഞു. പക്ഷെ ഞാൻ അതിനകത്ത് എടുത്തു പറഞ്ഞ വിഷയം അച്ഛൻ അന്ന് രാത്രി ഞങ്ങൾക്കിടയിലുണ്ടായ ഒരു സംസാരത്തിനിടയിൽ ചോദിച്ച രണ്ട് ചോദ്യങ്ങളാണ്. ഒന്ന് വായനയെക്കുറിച്ചും പുസ്തക വായനയെക്കുറിച്ചും സിനിമ വിഖ്യാതരായ എഴുത്തുകാരെക്കുറിച്ചും നിനക്ക് എന്തറിയാം, കൾട്ട് സിനിമ ക്ലാസിക് സിനിമകൾ നീ കണ്ടിട്ടുണ്ടോ, ഇതൊക്കെയാണ് എന്നോട് ചോദിച്ചത്. അപ്പം ഞാൻ സിനിമയിൽ വരണം എന്ന് ആഗ്രഹിച്ചു എന്ന് പറഞ്ഞപ്പോഴാണ്. അപ്പം ഞാൻ അന്ന് പറഞ്ഞ എൻ്റെ വിഷയം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരുപാട് പുസ്തകം വായിക്കുന്ന ആൾക്കാർ ഡെവലപ്പ് ചെയ്യേണ്ട ഒരു സാധനമാണ് ഇമോഷണൽ റെസിലിയൻസ് എന്നെക്കുറിച്ചാണ് ഞാൻ. സംയമനം, ഈ പറഞ്ഞ പോലത്തെ സാധനങ്ങൾ, അവർ അറിവ് ആർജിക്കുമ്പോൾ ഒരുപാട് അറിവുണ്ടാവുന്നു, നമുക്ക് കമ്മ്യൂണിക്കേഷൻ സ്കില്ല് വർദ്ധിക്കുന്നു. ഇതൊക്കെ കൂടാതെ ഒരു ടഫ് സിറ്റുവേഷൻ വരുമ്പോൾ ആ സിറ്റുവേഷനെ നമ്മൾ എങ്ങനെ സംയമനത്തോടെ കൈകാര്യം ചെയ്യുന്നു എന്നുള്ളതും കൂടെ ഈ വായനയിലൂടെയൊക്കെ വലിയ മനസ്സിന് ഉടമകൾക്ക് സ്വാഭാവികമായിട്ടും ഇങ്ങനെ സിറ്റുവേഷൻ വരുമ്പോൾ അതിൽ പതറാതെ അവിടെ ഒരു ശ്രീനിവാസൻ എന്ന് പറഞ്ഞ വ്യക്തി ഒരു ടിപ്പിക്കൽ അച്ഛനായി മാറി ഇമോഷണലായിപ്പോയി, പുള്ളി വീക്കായിപ്പോയി. അങ്ങനെ വീക്കായിട്ടുള്ള ഒറ്റ പോയിന്റ് എന്ന് പറയുന്ന പുള്ളിയുടെ ലൈഫിൽ ആ ഒരു മൊമെൻറ്റ് മാത്രമേ ഉണ്ടാവുള്ളൂ. കാരണം അത് ഞാൻ മകനോടുള്ള ഇഷ്ടം എന്നുള്ള സാധനവും കൂടിയാണ്. കാരണം മകൻ ഇനി എന്താവും എന്നുള്ള ഒരു അച്ഛൻ്റെ ആകുലതയിൽ പുള്ളി ചൂടായി പോയതാണ്, അല്ലാതെ അതിന് ഞാൻ കുറ്റം പറയുന്നില്ല. പക്ഷേ അവിടെയും ഞാൻ ചോദിച്ച ചോദ്യം എന്ന് വെച്ചാൽ മോനൊന്ന് ഇരുത്തി, മകനെ എന്താണ് നിൻ്റെ പ്രശ്നം, ഞാൻ അങ്ങനെ എന്തുകൊണ്ട് ശ്രീനിവാസൻ എന്ന് പറഞ്ഞ ഒരാൾ എന്നോട് ആ രീതിയിൽ സംസാരിച്ചില്ല എന്നുള്ളതായിരുന്നു എൻ്റെ തോട്ട്. കാരണം വെറും അച്ഛനല്ല, ശ്രീനിവാസൻ എന്ന് പറഞ്ഞൊരു ജീനിയസും കൂടിയാണ് അവിടെ. അപ്പോൾ എന്തുകൊണ്ട് അദ്ദേഹം എന്നോട് അങ്ങനെ സംസാരിച്ചില്ല? ഞാനും കാരണം ആ പോയിന്റിൽ കരിയറിൽ ഭയങ്കര എന്ത് ചെയ്യും അടുത്തതെന്ന് ചെയ്യണമെന്ന് അറിയാതെ സ്തംഭിച്ചു പോയ അവസ്ഥയിലായിരുന്നു ഞാൻ നിന്നിരുന്നത്. അങ്ങനെ ഒരു ഘട്ടത്തിൽ എന്തുകൊണ്ട് എൻ്റെ എന്നോട് ഇരുത്തി സംസാരിക്കാനൊരു ഡിസ്കഷൻ ഉണ്ടായില്ല? അതിന് പകരം എൻ്റെ അച്ഛൻ എന്നെ ചീത്ത പറയുകയാണ് ഉണ്ടായത്. അതിനും കാരണങ്ങളുണ്ട്, അത്രമാത്രം ഞാൻ വെറുപ്പിച്ചിട്ടുണ്ട്. അതാണ് തീർച്ചയായിട്ടും. ഈ സിനിമാ മേഖലയിൽ ഏറ്റവും എന്നും നമുക്കൊരു കൂട്ടായി അല്ലെങ്കിൽ തണലായി ഒരാളുടെ പേര് പറഞ്ഞാൽ ആരുടെ പേര് പറയും? സിനിമാ മേഖലയിൽ സിനിമയിൽ വരുന്നതിന് മുന്നേ എനിക്ക് അജുവായിട്ട് നല്ല ഒരു ബന്ധമുണ്ട്. അപ്പം തീർച്ചയായിട്ടും പിന്നെ അജുവായിട്ട് ഞങ്ങൾ ലവ് ആക്ഷൻ ഡ്രാമ പ്രൊഡക്ഷൻ, അജുവും വിശാഖും കൂടെയാണ് ഞങ്ങൾ പ്രൊഡക്ഷൻ കമ്പനി തുടങ്ങുന്നതൊക്കെ. അപ്പം തീർച്ചയായിട്ടും അജുവും പിന്നെ വിശാഖും തന്നെയായിരിക്കും എപ്പോഴും. അല്ലെങ്കിൽ ഒരു ചോദ്യം ഞാൻ ചോദിക്കട്ടെ, അച്ഛനെ കുറിച്ചാണല്ലോ. അച്ഛൻ്റെ കണ്ട ഏറ്റവും നല്ല ക്വാളിറ്റി എന്താണ് താങ്കൾ കണ്ടത്? അത് തന്നെ ഞാൻ പറയുന്നതെന്ന് വെച്ചാൽ ഏറ്റവും എല്ലാവർക്കും അറിയാവുന്ന ഒരു ക്വാളിറ്റി എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു മറയില്ലാതെ സത്യസന്ധമായി ഒരു കാര്യത്തിനെ അപ്രോച്ച് ചെയ്യുന്നതും ആരെയും സുഖിപ്പിക്കാൻ വേണ്ടിയോ ആരുടെ മുന്നിലും ഒരു കാര്യം സാധിക്കാൻ വേണ്ടി ശ്രീനിവാസൻ എന്ന് പറഞ്ഞ ഒരാൾ അവിടെ നിൽക്കില്ല. അങ്ങനെയുള്ള ആൾക്കാർക്ക് ഒന്നും നേടാനുമില്ല. അങ്ങനെയുള്ള സ്വഭാവം വരുമ്പോൾ സ്വാഭാവികമായിട്ടും ആൾക്കാർക്ക് ചിലപ്പോൾ വെറുപ്പുണ്ടാവും. ചില കാര്യങ്ങൾ ബ്ലണ്ടായിട്ട് പറയുമ്പോൾ ചിലപ്പോൾ ആൾക്കാർക്ക് ഇഷ്ടക്കുറവ് തോന്നും. പക്ഷേ ഒരാൾക്കും എന്താ പറയണ്ടേ, ഒരാളുടെ മുന്നിലും എന്താ പറയുക തലകുനിക്കാതെ പുള്ളി പറയേണ്ട കാര്യങ്ങൾ അന്നും ഇന്നും വളരെ സത്യസന്ധമായത് വളരെ ഓണസ്റ്റായിട്ട് എന്താ പറയണ്ട അങ്ങനെ ജീവിക്കാൻ പറ്റുക എന്ന് പറയുന്നത് തന്നെ വലിയ കാര്യമാണ്. നമ്മൾ ആരെയും ബോധിപ്പിക്കാതെ അല്ലെങ്കിൽ ആരോടും കള്ളം പറയേണ്ട ആവശ്യമില്ലാതെ അങ്ങനെ
ജീവിക്കാൻ പറ്റട്ടെ അല്ലേ അല്ലേ അങ്ങനെ അതാണ് നമ്മുടെയൊക്കെ അങ്ങനെയൊക്കെ ജീവിക്കാൻ പറ്റുന്ന തന്നെ വലിയ കാര്യമല്ലേ. നമ്മൾ ആരെയും സൂചിപ്പിക്കുകയും വേണ്ട, നമ്മുടെ കാര്യം ചെയ്യുക, കൃത്യമായി കാര്യങ്ങൾ ചെയ്തു പോവുക എന്നുള്ളത് അത് തന്നെ. അമ്മയ്ക്ക് ഏറ്റവും ഇഷ്ടം ആരെയാണ്? അമ്മയ്ക്ക് ഞാൻ അത് പറഞ്ഞു, അമ്മയ്ക്ക് 2 മക്കളിലും രണ്ടാളെന്ന് അമ്മ പറയുമെങ്കിലും എന്നെയാണ് കൂടുതൽ ഇഷ്ടം. അത് 2 പേർക്കും അങ്ങനെയാണ് എനിക്ക് കൂടുതൽ ഇഷ്ടം. പക്ഷെ ഞാൻ എൻ്റെ ഇൻ്റർവ്യൂ കാണുമ്പോൾ അമ്മയ്ക്ക് ഏറ്റവും വിഷമം വരാറുണ്ട്. ഉണ്ട്, കാരണം ഞാൻ അമ്മേനെ പറ്റിയിട്ടുള്ള കുറേ കഥകൾ പറയുന്നതിനോട് ഉള്ള കഥകളാണോ? ഉള്ള കഥകളൊക്കെ തന്നെയാണ്. പൊറോട്ടയൊക്കെ ഉള്ള കഥയല്ലേ? പൊറോട്ടയൊക്കെ ഉള്ള കഥയാണ്. പക്ഷെ എന്ന് വെച്ച് കഴിഞ്ഞാൽ അമ്മ സമ്മതിക്കില്ല, അമ്മ കുറച്ച് കള്ളൊക്കെ പറയുന്ന കൂട്ടത്തിലാണ്. അപ്പോൾ സത്യസന്ധനായ മകനുണ്ടാകുമ്പോൾ ഒരു പ്രശ്നം ഉണ്ടാവും. ഇപ്പം ഞാൻ പക്ഷേ ഈ കള്ളക്കഥകൾ പറയാറില്ല, പക്ഷെ കഥയിൽ ഞാൻ എൻ്റേതായിട്ടുള്ള കുറച്ച് അവിടെ ഇവിടെയൊക്കെ ഒരു പൊടിയിടും. പക്ഷേ ഞാൻ ഈ പൊറോട്ടയുടെ കഥയായിക്കോട്ടെ, അച്ഛൻ ആശുപത്രിയിൽ കിടന്നപ്പോൾ അമ്മ പൊറോട്ട ചോദിച്ചതൊക്കെ വളരെ സത്യസന്ധമായി ഞാൻ പറഞ്ഞ കഥയാണ്. അതിനകത്തൊന്നും ആക്ച്വലി പക്ഷെ എൻ്റെ ഇൻ്റർവ്യൂവിൽ അമ്മ പറഞ്ഞു ഞാൻ ഒരിക്കലും ചോദിച്ചിട്ടില്ല എന്ന് എന്നോടും പറഞ്ഞു. ഒരിക്കലും അത് സത്യമല്ല എന്നുള്ളത് അതൊരിക്കലും അമ്മ സമ്മതിച്ച് തരികയില്ല. അമ്മയുടെ ഒരുപാട് രസകരമായിട്ടുള്ള ഒരുപാട് കഥകളുണ്ട്. അതിനകത്ത് എനിക്ക് തോന്നുന്നത് അമ്മയുടെ സ്ഥിരം അതൊരു കഥയല്ല, അമ്മേനെ പറ്റിയിട്ടുള്ള കഥയല്ല, അത് എൻ്റെ പറ്റിയിട്ടുള്ളൊരു എൻ്റെ ഒരു ഒരു രസകരമായൊരു കഥ എന്ന് പറയുന്നത്, ഒരു ദിവസം അമ്മക്ക് സ്ഥിരം ഉള്ളൊരു പരിപാടിയാണ്. ഇപ്പം വീട്ടിലൊക്കെ ആരെങ്കിലും നമ്മളെയൊക്കെ കാണാനൊക്കെ വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ അമ്മ ഇവൻ എന്താ ആരായി കാണാൻ വന്നിരുന്ന് അറിയാൻ വേണ്ടിയിട്ട് ഈ ഡോറിൻ്റെ സൈഡിൽ നിന്നൊക്കെ ഇങ്ങനെ നോക്കിയൊക്കെ നിൽക്കും, ആരോടെങ്കിലും സംസാരിക്കുക. അപ്പോൾ എന്നെ കാണാൻ വേണ്ടിയിട്ട് 2 ആൾക്കാർ ഇതേപോലെ ഒരു കഥയും ചർച്ചയൊക്കെ ആയിട്ട് ഹാളിലിരിക്കുന്ന സമയത്ത് അമ്മ കയറി വന്നു. അമ്മ കയറി വന്നിട്ട് ഇവരുടെ അടുത്ത് ചായ വേണോ, എന്താണ് ഞാൻ ഇവരുമായിട്ട് സംസാരിക്കുന്നതെന്ന് അറിയാനുള്ള ഒരു കൗതുകത്തിൻ്റെ പുറത്താണ് വരുന്നത്. ചായ വേണോ എന്ന് ചോദിക്കുന്നു. ഈ വന്ന ആള് മാമൻ എന്ന് വെച്ചാൽ, മാമൻ എന്ന് പറയുന്നത് അരവിന്ദൻ്റെ അതിഥികളും കഥ പറയുമ്പോഴും ഇപ്പം എണ്ണ വെച്ച് പടമൊക്കെ ചെയ്ത് അതിൻ്റെ ഡയറക്ടറാണ്. മാമൻ്റെ ഒരു സിനിമയൊക്കെ മാമനൊരു കൂട്ടുകാരനാണ്, മാമൻ്റെ പരിചയക്കാരനാണ് പുള്ളി. അപ്പം വന്ന ആൾ അതെനിക്കറിയില്ലായിരുന്നു. ഈ വന്ന പുള്ളി പെട്ടെന്ന് ടീച്ചറെ, അമ്മേനെ ടീച്ചർ എന്നാണ്, വിമല ടീച്ചർ എന്നാണ് ടീച്ചറായിരുന്നു അമ്മ. അപ്പം അമ്മ ടീച്ചറെ മോഹനെ എനിക്ക് പരിചയമുണ്ട്. അപ്പം മാമനെ പറ്റി ഇങ്ങനെ ഈ വന്നയാൾ അമ്മയോട് ഇങ്ങനെ സംസാരിച്ചു തുടങ്ങുക. സംസാരിച്ച് എന്താണെന്ന് വെച്ചാൽ അമ്മയുടെ ഏറ്റവും ഇളയ ആങ്ങളെയാണ് മാമൻ. അപ്പോൾ ഇയാൾ ഇങ്ങനെ പറഞ്ഞു, മോഹൻ്റെ കഴിഞ്ഞ സിനിമ ഇങ്ങനെ ചെറിയ ലോസ്, അപ്പോൾ മാമൻ ഒരു സിനിമ അതിന് മുന്നേ വന്ന ഒരു സിനിമ ഇടക്ക് ഓടാതൊക്കെ പോയപ്പോൾ ഭയങ്കര ലോസായി, അതിന് ഞങ്ങൾക്ക് ഭയങ്കര നഷ്ടമുണ്ടായി എന്നൊക്കെ പറഞ്ഞിട്ട് ഭയങ്കരമായിട്ട് വെറുതെ ചായ വേണോ എന്ന് ചോദിച്ച് വന്ന അമ്മ എന്നോട് ഇയാൾ ഇങ്ങനെ കുറേ കഥയൊക്കെ പറഞ്ഞ ശേഷം അമ്മയുടെ കണ്ണൊക്കെ നിറഞ്ഞു. വഴിയെ പോയിട്ട് വെറുതെ ഒരു വിഷമിച്ച് എൻ്റെ അമ്മ കണ്ണൊക്കെ നിറഞ്ഞിട്ടാണ് പോയത്. അപ്പം ഞാൻ എപ്പോഴും പറയുന്നത്, ഈ ആൾക്കാർ വരുന്ന സമയത്ത് വെറുതെ അവിടെ ചായ വേണോ പഴം വേണോ എന്നൊന്നും ചോദിച്ചിട്ട് വന്നിരിക്കരുത്. അവർ പറയുന്ന എന്തെങ്കിലും കേട്ടിട്ട് എന്തെങ്കിലുമൊക്കെ വെറുതെ ഒരു ന്യൂസൻസ് ആണല്ലോ ഇടക്ക്. അപ്പോൾ ഒരു ഫോർമാലിറ്റിക്ക് വന്നിട്ട് ഇടക്കിടക്ക് വരും ചായ വേണോ എന്ന് ചോദിച്ചിട്ട്. അങ്ങനെ ഇയാളിത് പറഞ്ഞതിന് ശേഷം അമ്മ കണ്ണൊക്കെ നിറഞ്ഞിട്ട് അകത്തോട്ട് പോയി. അപ്പം ഞാൻ ഇയാളോട് പറഞ്ഞു, താൻ എന്തിനാ ഇവിടെ? ഞാൻ പതിയെ ഇത് ആരുടെ വീടാണെന്നറിയാമോ എന്ന് ചോദിച്ചു. അത് എന്താ അങ്ങനെ ചോദിച്ചു? ഞാൻ പറഞ്ഞത് ശ്രീനിവാസൻ്റെ വീട്ടിൽ വന്നിട്ട് നീ ഇങ്ങനത്തെ ചെറ്റ വർത്താനം പറയരുത് എണീക്കാന്ന് പറഞ്ഞിട്ട് ഞാൻ അയാളെ പതുക്കെ ഞാൻ ഈ കോളറിന് ഇങ്ങനെ പിടിച്ചിട്ട് വീടിൻ്റെ പുറത്താക്കിയിട്ട്, ഞാൻ എൻ്റെ വീട്ടിലിപ്പോൾ പണിക്കാരൊക്കെ ഉണ്ട്, ഞാൻ പറഞ്ഞു പണിക്കാരൊക്കെ വിളിച്ചിട്ട് പറഞ്ഞു ഇവനെ അടിച്ച് ഇവൻ്റെ കാലല്ലേ പിടിക്കണം, എൻ്റെ അമ്മയെ ഇവൻ കരയിപ്പിച്ചു. അപ്പം എനിക്ക് ഞാൻ ഭയങ്കര ഔട്ട് ബസ്റ്റ്, ഞാൻ ഭയങ്കര ദേഷ്യം വന്നു. കാരണം അമ്മ കണ്ണൊക്കെ നിറഞ്ഞു, കാരണം അമ്മക്ക് മാമൻ മകനെ പോലെയാണ്. അങ്ങനെ ഇയാൾ ഭയങ്കര അയ്യോ സോറി മോനെ, ഞാൻ അങ്ങനെ പറഞ്ഞതല്ല മോനെ ഞാൻ അങ്ങനെയല്ല എന്നൊക്കെ പറഞ്ഞു. ഇയാൾ മാപ്പൊക്കെ പറഞ്ഞു. ഞാൻ പറഞ്ഞു എന്ന് പറയണ്ട, ഇത് ഇവൻ്റെ നീ ഏറിയ കിടക്കൂല, നിന്നെ ഞാൻ തല്ലി ഓടി അല്ലടാന്ന് പറയുന്നത്. ഞാൻ പണിക്കാർക്കൊക്കെ രാത്രി ഞാൻ 2 എണ്ണമൊക്കെ വാങ്ങിച്ചു കൊടുക്കുന്ന അടിക്കണേ. അപ്പോൾ അവരടിയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അപ്പം അടിക്കും, അങ്ങനെ നിൽക്കുന്ന ആൾക്കാരാണ്. അപ്പം ഇവർ എന്തിനാ തല്ലണ്ടെന്ന് അറിഞ്ഞൂടെ. ഇപ്പോൾ ആൾക്കാർ വരുന്ന സമയത്തേക്ക് അമ്മ ഈ ബഹളം കേട്ടിട്ട് ഓടി വന്നിട്ട് അമ്മ എന്താ മോനെ പ്രശ്നം എന്നോട് ചോദിക്കുക. അപ്പോൾ നീ ഓരോ ചായയും ചൂലും കൊണ്ട് വന്നിട്ട് ഇങ്ങനെ അടിച്ച് നീ കയറി പോടി അകത്തുനിന്ന് അമ്മേനെ ഞാൻ ചീത്ത. അപ്പോൾ അത്രയും നേരം ഞാൻ പറഞ്ഞുകൊണ്ടിരുന്നത് എൻ്റെ അമ്മയെ നീ കരയിപ്പിച്ചില്ലടാന്നാ. ആ അമ്മയും കൂടെ ഞാൻ ചീത്ത പറഞ്ഞപ്പോൾ ഇവൻ സൈക്കോ ആണോന്ന്. പിന്നെ ഇയാളൊന്നും മിണ്ടിയില്ല. അപ്പം നീ ചായയും ചൂലും കൊണ്ട് വന്നിട്ട് കുറേ നേരം ഇതിൻ്റെ ചോറ്, അപ്പോൾ ഇടയ്ക്ക് കയറി പൊടി വീട്ടിനകത്തോട്ട് അമ്മേനെ. അപ്പം അമ്മ ഇയാളോട് പറയാ, മോനെ പെട്ടെന്ന് പോയി ഇവനെ ഭ്രാന്താന്ന്. അങ്ങനെ അമ്മ അയാളെ രക്ഷിച്ചു വിട്ടു.
അല്ലെങ്കിൽ അല്ലെങ്കിൽ അയാൾ തീർന്നേനെ. ഞാനാണ് പണിക്കാരെ കൊണ്ട് തല്ലിച്ചനെ ഞാൻ. അമ്മയ്ക്ക് വേണ്ടി വാദിച്ചതാണ്. അമ്മക്ക് വേണ്ടി വാദിച്ചതാ. മാറിപ്പോയി തിരിഞ്ഞു വന്നപ്പോ. അപ്പൊ അമ്മയുടെ കുറെ അങ്ങനത്തെ, പിന്നെ തെങ്ങ് എത്താൻ വരുന്ന ആൾക്കാരൊക്കെ ഉണ്ടാവുമല്ലോ. തേങ്ങ ഇടാൻ വരുന്നവര്, നമ്മുടെ പാടത്ത് പണിയെടുക്കാൻ വരുന്ന ആൾക്കാർ, നമ്മളെല്ലാം നമ്മുടെ വീട്ടിലെ ജോലിക്കാർ, അവരൊക്കെ ചില ദിവസങ്ങളൊക്കെ എന്നെ വന്ന് ഉപദേശിക്കുകയൊക്കെ ചെയ്യും. മോനെ ഇങ്ങനെ നടന്നാൽ മതിയോ. അപ്പോൾ അമ്മ ചിലപ്പോൾ ഇവർക്ക് എന്തെങ്കിലുമൊക്കെ ഇത് കയ്യിൽ വെച്ചോ, അവൻ വരുമ്പോൾ ഒന്ന് ഉപദേശിച്ചേക്ക്. ഇങ്ങനത്തെ പരിപാടിയൊക്കെ ഉണ്ട് അമ്മക്ക്. അങ്ങനത്തെ കുറച്ച് വിനോദങ്ങൾ എന്നെ നന്നാക്കി എടുക്കാനുള്ള പല വഴിക്ക് ഉള്ള ശ്രമങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അന്ന് ഞാൻ സിനിമയൊന്നും അധികം ചെയ്യുന്നു. ഞാൻ ഒരു കൊല്ലം ഒരു സിനിമ, ഇപ്പോൾ വീട്ടിലിരിക്കാൻ വേണ്ടി പ്രാർത്ഥിക്കുക, കാരണം സിനിമ കൂടിപ്പോയിട്ട്. തീർച്ചയായിട്ടും അങ്ങനെ സിനിമകൾ വേണമല്ലോ. അതെ അതെ, അത് ഓക്കെയാണ്. എന്തായാലും നമുക്ക് നല്ല കഥകളാണ്, കഥകൾ ഒത്തിരി ഉണ്ട്. ഞാൻ ചോദിക്കട്ടെ, അപ്പം അച്ഛൻ്റെ ഒരുപാട് കഥാപാത്രങ്ങൾ, വടക്ക് നോക്കി യന്ത്രം, സരോജ് കുമാർ, അതുപോലത്തെ നല്ല കഥാപാത്രങ്ങൾ കിട്ടിയാലേ ചെയ്യൂ. അതുപോലത്തെ കഥാപാത്രങ്ങൾ അതുപോലെ വെച്ചാൽ ആ ഒരു രീതിയിൽ ഇപ്പം പുള്ളി ഒരു കോമഡി ആയിട്ടാണല്ലോ. അതെ, ഇതെന്താ പറയുക, ഈ പ്രശ്നം എന്ന് വെച്ചാൽ ഇതൊക്കെ പുള്ളി തന്നെ എഴുതി പുള്ളി തന്നെ അഭിനയിച്ച പ്രശ്നമാണ്. അതാണ് എൻ്റെ ഏറ്റവും വലിയ രസം. ഇതുപോലെ എഴുതാൻ എന്ന് പുള്ളി തന്നെ വിചാരിക്കണം, അതാണ് പുള്ളി എഴുതി തരണ്ടേ. അപ്പോൾ ഇപ്പം നല്ല എഴുത്തുകാരില്ല എന്നുള്ളതാണ് മലയാള സിനിമയിൽ ഏറ്റവും വലിയൊരു ക്രൈസിസ്. നല്ല കഥകൾ വരുന്നില്ല. ഇപ്പം നമ്മളടുത്ത് വരുന്ന ആയിക്കോട്ടെ, ഇപ്പം ഇതൊക്കെ അറിയാം, ഏറ്റവും അവസാനം വരുന്ന എല്ലാവരും കഴിഞ്ഞ് വിട്ടിട്ട് വരുന്ന സാധനങ്ങളാണ് നമ്മളടുത്തൊക്കെ വരിക. അപ്പോൾ അതുപോലെ നല്ല എഴുത്തുകാരില്ലാതെ നമുക്ക്, കാരണം ഇവിടെ ടെക്നീഷ്യന്മാർ, ഒരുപാട് നല്ല ടെക്നീഷ്യന്മാരുണ്ട്, ഡയറക്ടേഴ്സ് ഉണ്ട്. അപ്പം വലിയ വലിയ ഡയറക്ടേഴ്സ് പോലും, ഇപ്പം മലയാളത്തിലുള്ള പേര് കേട്ട ഡയറക്ടേഴ്സിന് പോലും ഇപ്പം നല്ല സിനിമയില്ലാത്തത്, നല്ല ഇവർക്ക് ജോലി അറിയാത്തത് കൊണ്ടോ പണി അറിയാത്തത്, ഇവരൊക്കെ ഗംഭീര ടെക്നീഷ്യന്മാരാണ്. പക്ഷേ നല്ല കഥകളും നല്ല എഴുത്തുകാരും ഇല്ലാതായപ്പോൾ, കാരണം പഴയ എഴുത്തുകാരൊക്കെ ഇപ്പം അച്ഛനൊക്കെ പ്രായമായി, അപ്പോൾ സ്വാഭാവികമായിട്ടും അവർ പ്രായം അപ്ഡേഷൻ നടക്കില്ല. അപ്പം അച്ഛനിപ്പോൾ ഫിസിക്കലിയും ഫിറ്റല്ല എന്ന് വെച്ച് കഴിഞ്ഞാൽ ആരോഗ്യ പ്രശ്നങ്ങളുണ്ട്. അപ്പോൾ സ്വാഭാവികമായിട്ടും ഒരു പ്രായം കഴിയുമ്പോൾ അവരും മെൻ്റലി ഫിസിക്കലി അവരാലോചിക്കുന്ന പോലത്തെ ഒരു പരിപാടിയൊന്നും പഴയ പോലെ ശരീരം വഴങ്ങാത്തൊരു പ്രശ്നമുണ്ട് അച്ഛനൊക്കെ. എഴുതണമെന്ന് ആഗ്രഹമുണ്ട് ഭയങ്കരമായിട്ടുള്ള, പക്ഷേ ഫിസിക്കലി ഫിറ്റ് അല്ലാത്തത് കൊണ്ടുള്ള ഉള്ളിലേക്കുള്ള ബുദ്ധിമുട്ടുണ്ട്. അപ്പോൾ എനിക്കൊന്ന് നല്ല കഥകളും നല്ല എഴുത്തുകാരും ഇനി നെക്സ്റ്റ് ജനറേഷൻ എഴുത്തുകാരൊക്കെ വന്നാൽ മാത്രമേ, പിന്നെ ഈ ജനറേഷനിലുള്ള ഓഡിയൻസിനെ, പ്രത്യേകിച്ച് 18 to 25 വയസ്സിനിടയിലുള്ള ചെറുപ്പക്കാരെ കാറ്റർ ചെയ്യുന്ന സിനിമകൾ വന്നാൽ മാത്രമേ ഇന്ന് പ്രേമലു പോലത്തെ ഒരു സിനിമ, അല്ലെങ്കിൽ ടീനേജ് റൊമാൻറ്റിക് കോമഡി, അത് ഒരു സക്സസ് ഫോർമുലയാണ്. ഇപ്പം മഞ്ഞുമ്മൽ സർവൈവൽ ത്രില്ലർ ഒരു ഫോർമുല സിനിമയാണ്, സക്സസ്ഫുൾ ഫോർമുലയാണ്. ബ്രഹ്മയുഗം ഹൊറർ ത്രില്ലർ സക്സസ്ഫുൾ ഫോർമുലയാണ്. പക്ഷേ ഇതെല്ലാം എസ്റ്റാബ്ലിഷ്ഡ് ആയിട്ടുള്ള ബാനറിൽ നിന്ന് വന്ന സിനിമയാണ്. ഭാവന സ്റ്റുഡിയോസ്, മറ്റേ മമ്മൂക്ക അഭിനയിക്കുന്ന സിനിമ, എല്ലാത്തിനകത്തും കൃത്യമായിട്ട് പറവ, സൗബിൻ. അപ്പം ഇതെല്ലാം വലിയ വലിയ മിനിമം ഗ്യാരൻറ്റിയുള്ള ബാനറിൽ നിന്ന് വരുന്ന ഗ്യാരൻറ്റി കണ്ടൻറ്റുകളാണ്. പിന്നെ എല്ലാത്തിനകത്തും ഒരു ഫോർമുലയുണ്ട്, സക്സസ് ഫോർമുല. സർവൈവൽ ത്രില്ലറാണ് ഒന്ന് ടീനേജ് റൊമാൻസ് ആണ് ഒന്ന്. അപ്പോൾ എനിക്ക് തോന്നുന്നു ഇപ്പം ലാസ്റ്റ് വന്ന സിനിമകളൊക്കെ തന്നെ, ഈ 4 സിനിമകളുണ്ടൊന്നും മലയാള സിനിമയിലെ ക്രൈസിസ് ഒന്നും അവസാനിക്കാൻ പോകുന്നില്ല. മലയാള സിനിമയുടെ നല്ല കാലം വന്നു, ഇനിയുള്ള കാലം നല്ലതാണെന്നും പറഞ്ഞിട്ട് നമുക്ക് അങ്ങനെയൊന്നും വിശ്വസിക്കാൻ പറ്റില്ല. ബിക്കോസ് ഇനിയും നല്ല നല്ല എഴുത്തുകാരും നല്ല നല്ല കണ്ടൻറ്റും വന്ന് പഴയ ഒരു പ്രൗഢിയിലോട്ടൊക്കെ എത്തണമെങ്കിൽ കുറച്ച് സമയം എടുക്കും എന്തായാലും. ഒരു ചോദ്യം കൂടി. ഇപ്പം മമ്മൂക്കെല്ലാം ഏത് റോൾ എടുക്കാനും തയ്യാറാണ്. പിന്നെ മൃഗയ അല്ലെങ്കിൽ ഫുള്ള് മൊട്ടയിലടിച്ച് ക്ലീൻ ഷേവ് എല്ലാം ചെയ്ത്, ഫുള്ള് ഷേവ് ചെയ്ത് മൊട്ടയടിച്ച്, അതുപോലെയൊക്കെ എന്തെങ്കിലും മേക്ക് ഓവർ നല്ലൊരു സിനിമ വരികയാണെങ്കിൽ അതൊക്കെ ചെയ്യാൻ തയ്യാറാണോ? അത് മമ്മൂക്കയായിട്ട് നമുക്ക് യാതൊരു കമ്പാരിസൺ, മമ്മൂക്ക അതിനകത്ത് നമുക്ക് യാതൊരു ഇതുമില്ല. പക്ഷെ ഇത്തരം കഥാപാത്രങ്ങൾ നമ്മളിലോട്ടൊക്കെ എത്തണമെങ്കിൽ തന്നെ ഒരു സമയമെടുക്കും. കാരണം പക്ഷെ അതുപോലൊരു സാധനം, അതുപോലൊരു ശ്രമം നമ്മൾ വർഷങ്ങൾക്ക് ശേഷത്തിൽ ശ്രമിച്ചിട്ടുണ്ട്. അത് എത്രത്തോളം വർക്കൗട്ട് ആവുമെന്ന് അറിയില്ല. പക്ഷേ ആ കഥാപാത്രത്തിന് വേണ്ടി, ആ പടത്തിൽ ആ കഥാപാത്രത്തിന് വേണ്ടി അത്യാവശ്യം പ്രണവും ഞാനും, കാരണം നമ്മൾ രണ്ടുപേരാണ് സെൻട്രൽ ക്യാരക്ടേഴ്സ്, അപ്പം നമ്മൾ അത്യാവശ്യം മെനക്കെട്ടിട്ടുണ്ട്. ബിക്കോസ് ആ സെക്കൻഡ് ഹാഫിലെ പരിപാടി അച്ഛനും മോഹൻലാലും എന്നുവെച്ചാൽ മോഹൻലാൽ സാർ ശ്രീനിവാസൻ ചെയ്യാനിരുന്ന ഏറിയാണ് നമ്മൾ ചെയ്തിട്ടുള്ളത്. അപ്പോൾ അത് എത്രത്തോളം നന്നായി വന്നിട്ടുണ്ടെന്ന് കണ്ടറിയാം. അല്ല, ഞാൻ അത് ചോദിക്കണം എന്നുള്ളത് ഏത് രീതിയിലാണ് ഇൻഫ്ലുവൻസ് ചെയ്തതെന്നാണ് ഞാൻ ചോദിക്കണം. മീൻകാരനല്ല, ഏത് വേഷം കിട്ടിയാലും ഞാൻ പൊളിക്കും. മീൻകാരൻ എന്താ മോശ? എൻ്റെ സിനിമ കണ്ടില്ലെങ്കിലും നിങ്ങളെല്ലാം എൻ്റെ ഇന്റർവ്യൂ കാണണമെന്നാണ് പറഞ്ഞത്. ഇവരൊക്കെ ഫോൺ വിളിക്കുമ്പോൾ എന്നെ പേടിയാണ്.
പിന്നെ ഇവിടുത്തെ ഇൻഫ്ലുവൻസേഴ്സ് ഒക്കെ കാശ് ഉണ്ടാക്കാൻ തന്നെയാണ്. അങ്ങനെ പ്ലേറ്റ് മറിച്ചല്ലേ. ഇതൊരു സംവാദമോ ഇതോ ഒന്നുമല്ല. അപ്പൊ ഞാൻ വളരെ ഫ്രണ്ട്ലി ആയിട്ട് അങ്ങോട്ട് പറയുന്നത്. ഒരിക്കലുമല്ല. എനിക്കൊന്ന് ദുബായിൽ ഞാൻ അജ്മലിന്റെ ആണ് ഏറ്റവും കൂടുതൽ. എനിക്ക് ബാക്കിയുള്ള ആൾക്കാരൊന്നും എനിക്ക് വലിയ പിടിയില്ല. നിന്നെ തീരെ പിടിയില്ല. എല്ലാവരുടെ പുറത്തു തല്ലി അല്ല അങ്ങനല്ല. എന്താണ് അനങ്ങാതിരിക്കുന്നത്?